എന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് ഡാനിയൽ അച്ഛനോടും ഫസ്റ്റ് എഡ് കമ്മിറ്റി ബിനൽ സത്യനാഥൻ ദ സെക്രട്ടറി, റാൻഡോൾഫ് വിൻസെൻ്റ് കൺവീനർ, മറ്റ് ഫസ്റ്റ് എഡ് കമ്മിറ്റി അംഗങ്ങളോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിക്കുന്നു. ശരിക്കും ഈ ബാസൽ മിഷനും ഈ ജേക്കബ് ഡാനിയൽ അച്ഛനൊരു ബന്ധമുണ്ട്. തമ്പിയച്ഛൻ, നമ്മൾ തമ്പിയച്ഛൻ നാളെ വിളിക്കുക. അതിനിപ്പോൾ പറയുന്നില്ല, അത് സമയമാകുമ്പോൾ പറയാം. അച്ഛൻ പോകരുത് ഇവിടെ ഇരിക്കണം. ഓക്കെ, നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് മുൻപായിട്ട് നമ്മുടെ ബാസൽ മിഷൻ സമുദായത്തിൽ മുതിർന്ന ഒരു പട്ടക്കാരനായ ഡോക്ടർ സാമുവൽ കൂടക്കലയ്യൻ ഈ ഒരു സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അയ്യൻ്റെ ഹൃദയംഗമായ പ്രാർത്ഥനയും ആശംസകളും എന്നോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ധൃതിയിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണ് അയ്യനത് എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഓർമ്മ വെച്ച് പറയുകയാണ്. അയ്യൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസകളും അയ്യൻ അറിയിക്കുന്നു. അയ്യൻ പറഞ്ഞത് ചോമ്പാലക്കാരനായ അയ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അയ്യൻ്റെ വാദം. ചോമ്പാലക്കാരായ ആൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി നോക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ് ഹിസ്റ്ററി? വാട്ട് ഈസ് ഹിസ്റ്ററി? വാട്ട് ഈസ് ഹിസ്റ്ററി? വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയൊക്കെ നമ്മൾ കുറേ ഡേറ്റ്സ്, കുറേ തീയതികൾ, കുറേ ആളുകൾ, കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അത് നമുക്കൊരു പുസ്തകം നോക്കാതെ നമുക്കിങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പരിഗണിക്കാറുണ്ട്. അത് ഹിസ്റ്ററിയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60കളുടെ അവസാന കാലഘട്ടത്തിൽ വളരെ ശക്തനായി പ്രവർത്തിച്ച ഒരു ഹിസ്റ്റോറിയനാണ് ജോൺ C.B. വെബ്സ്റ്റർ. അദ്ദേഹം ഒരു സെക്യുലർ PhD ഉള്ള അമേരിക്കനാണ്. ലക്നോ കേന്ദ്രമായിട്ട് അദ്ദേഹം ഒരു മിഷണറിയായിട്ട് പ്രവർത്തിച്ചു. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിസ്റ്ററി ഈസ് വെരി സിമ്പിൾ. ഹിസ്റ്ററി ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ്. കഴിഞ്ഞ കാലത്തെയും വർത്തമാനകാലത്തിൻ്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലമാണ് ഹിസ്റ്ററി. അപ്പോഴും കാർ പറഞ്ഞത് ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ്. അങ്ങനെ പല തിയറീസുമുണ്ട്. എന്നാൽ വെബ്സ്റ്റർ പറഞ്ഞതായ ഈ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് എന്നുള്ളത് ഏറെ അർത്ഥപൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന റെവറൻ ഡോക്ടർ ഫ്രാങ്ക്ലിൻ ജയകുമാർ ബാലസുന്ദരം, വെല്ലൂരുകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. വളരെ എക്യുമെനിക്കൽ തിയോളജി സർക്കിളിൽ വളരെ അറിയപ്പെട്ട, ജർമ്മനിയിലൊക്കെ പഠിച്ചു വന്ന അദ്ദേഹമാണ്. ഡോക്ടർ ഫ്രാങ്ക്ലിൻ പറയാറുണ്ട്, ഫ്രണ്ട്സ്, വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് സിമ്പിൾ. എന്താണ് സിമ്പിൾ? ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ പീപ്പിൾ, ചേഞ്ച് ഓഫ് ദ പീപ്പിൾസ് കോണ്ടെക്സ്റ്റ്സ്. ഹിസ്റ്ററി എന്നുള്ളത് ജനങ്ങളുടെ ചുറ്റുപാടിൽ വരുന്ന മാറ്റങ്ങളുടെ പഠനമാണ്. എന്തായിരുന്നു ഒരു ജനതയുടെ ചുറ്റുപാട്? ആ ചുറ്റുപാടിൽ നമ്മൾ പറയുക, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി അംഗങ്ങൾ വന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ആ ജനങ്ങളുടെ ജീവിത ചുറ്റുപാടിൽ എന്ത് മാറ്റങ്ങളുണ്ടായി, അതിനെക്കുറിച്ചുള്ള പഠനമാകട്ടെ നമ്മുടെ ഈ ബാസൽ മിഷൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഉദ്യമം. എന്നാൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്നു കുറച്ച് മുമ്പ്. അതുമുതൽ വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞ് മുഴുവൻ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാനത് ശാന്തമായിട്ട് ഞാനതിനെ വിലയിരുത്താൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സംരംഭമാണ്. ഇത്രയും ആളുകൾ ഇന്നത് കേൾക്കുവാൻ വന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഇത്രയും ആളുകൾ വന്നല്ലോ. അപ്പോൾ നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം, ഒരു വാഞ്ച നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും ആളുകൾ.
അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഞാനിവിടെ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന് മാത്രമാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതപരമായ ഒരു ഐഡിയയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതിയും ഇല്ല. അത് അച്ഛനത് വിശദമാക്കി, ബീന ടീച്ചർ പറഞ്ഞപ്പോഴും അത് വിശദമാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു മാപ്പാണ്. വാസ്തുവിലെ ഈ മാപ്പ് ഞാൻ നമ്മുടെ ജയപ്രകാശ് സാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. വിത്തൗട്ട് ഹിസ് പെർമിഷൻ. ഇപ്പം ലേറ്റർ ഓൺ ഐ ടുക്ക് എ പെർമിഷൻ. അപ്പോൾ ഇത് ഞാൻ 95 എൻ്റെ MG തീസിസ് സമർപ്പിച്ചപ്പോൾ അന്ന് ഞാൻ രാഘവയ്യ സാറുമായിട്ട് പരിചയത്തിലല്ല. അപ്പോൾ കണ്ടു ഒരു എടുത്ത് അങ്ങനെ എഴുതിയതാണ്. ഇത് 1930കളിലുള്ള ബാസൽ മിഷൻ സ്റ്റേഷൻസിൻ്റെ ഒരു ഭൂപടമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? അതത്രയും അങ്ങോട്ട് ക്ലിയർ അല്ല എങ്കിലും, കാരണം ഞാനൊരു ഫോട്ടോസ്റ്റേറ്റ് എടുത്താണ്, അതിൽ നിന്നും ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങൾ ബാസൽ മിഷൻ്റെതായിട്ട് നമ്മുടെ ഭാഗത്തുണ്ട്. ഉള്ളിയേരി, അത്തോളി, കൊയിലാണ്ടി, ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ്. 4 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ദ കോണ്ടെക്സ്റ്റ്, ചുറ്റുപാട്. ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് ബാസൽ മിഷൻ എന്നുള്ള ഒരു സംഘടന ഉണ്ടായത്, അവർ ഇന്ത്യയിലേക്ക് വന്നത്? രണ്ടാമത്, ഭാരതത്തിൽ പ്രത്യേകിച്ച് മലബാറിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ രണ്ടാം ഒരു സെക്കൻഡ് സെക്ഷനായിട്ടാണ്. 1839 മുതൽ 1914 ഒന്നാം ലോകമഹായുദ്ധം വരെയുള്ള കാലഘട്ടത്താണ് ബാസൽ മിഷൻ, ജർമ്മൻ മിഷണറീസ് ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അതിന് മുഖ്യ കാലയളവ് എന്ന് അതിനെ പറയാൻ സാധിക്കും. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു പുസ്തകം, വളരെ കട്ടിയുള്ള പുസ്തകമാണ്, എനിക്ക് ഡോക്ടർ കാൾ വിജയൻ സമ്മാനിച്ചതാണ്. അത് ഇന്നത്തെ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി, വേൾഡിലെ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി എഴുതുന്ന പ്രമുഖരായ ഒരു എഴുത്തുകാരനായ ഡയമണ്ട് മഖുള്ള എന്ന അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എ വോർ ദാറ്റ് കിൽഡ് ക്രിസ്ത്യൻഡം. അതാണ് വേൾഡ് വാർ 1 കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബാസൽ മിഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അത് ഏറെ ശക്തമായിട്ട് അത് അർത്ഥപൂർണമാണ്. വേൾഡ് വാർ 1 വന്നതോടുകൂടിയാണ് ബാസൽ മിഷൻ്റെ പ്രവർത്തനം ഒരു സ്റ്റാൻഡ് പോയത്. പിന്നീടുള്ളതൊക്കെ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള സ്വിസ് മിഷണറിമാരായിരുന്നു ഇതിലെ കാര്യങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് അഡോൾഫസ് സ്ട്രക്കൈസനും ജാക്ക് റോസൽ എന്ന റൂസൽ സായിപ്പും ആയിരുന്നു. അപ്പോൾ വൈ 1839 ആൻഡ് വൈ 14 എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വൈ 1914 എന്നുള്ള പറഞ്ഞു. വൈ 1839 എന്നുള്ള ചോദ്യം, 1839 ആദ്യമായിട്ട് ബാസൽ മിഷണറിമാർ മലബാറിൽ വരുന്നത്. അപ്പോൾ മലബാറിൽ വന്നത് ഡോക്ടർ ഹെർമാൻ ഗുണ്ടർട്ടും അദ്ദേഹത്തിൻ്റെ പത്നി ജൂലി ഗുണ്ടർട്ടുമാണ്. 1839 ഏപ്രിൽ മാസം 12-ാം തീയതി അദ്ദേഹം ഭാര്യാസമേതനായി കുഞ്ഞുങ്ങളോടൊപ്പം തലശ്ശേരി വന്നു. തലശ്ശേരിയിൽ തോമസ് സ്ട്രേഞ്ച് എന്നുള്ള അവിടുത്തെ സബ് കളക്ടർ അവർക്ക് ഇല്ലിക്കുന്ന് ബംഗ്ലാവ് സൗകര്യപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോഴും ഒരാൾ പറഞ്ഞു ഇത് തെറ്റാണ്, ബാസൽ മിഷൻ്റെ ആദ്യത്തെ മിഷണറി സാമുവൽ ഹെബിക്കാണ്. ശരിയാണ്, ഇന്ത്യയിൽ ആദ്യമായി വന്നത് സാമുവൽ ഹെബിക്കാണ് ബാസൽ മിഷൻ മിഷണറി ആയിട്ട്. ത്രയം 3 പേരുണ്ടായിരുന്നു, ഗ്രൈനർ, ലെയ്നർ ആൻഡ് ഹെബിക്. അതിൽ ഒരാളാണ് സാമുവൽ ഹെബിക്. പക്ഷേ സാമുവൽ ഹെബിക്ക് ബാസൽ മിഷൻ്റെ ശക്തനായ ഒരു മിഷണറി ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂന്നാമത്തത് UBM SIUC മലബാർ കൗൺസിൽ. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ബാസൽ മിഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കത് ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, ഈ കല്ലിൽ. ദ ഫസ്റ്റ് സെൻറ്റനറി ഓഫ് ദ UBM SIUC ചർച്ച് കാലിക്കറ്റ്, നവംബർ 1942. അപ്പോൾ അതെന്താണ് UBM SIUC അല്ലെങ്കിൽ SIU ചർച്ച് കാലിക്കറ്റ് എന്താണ്? അത് 1947 വരെയുള്ള നമ്മുടെ ബാസൽ മിഷൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. 1947 CSI ഉണ്ടായ സമയത്ത് ബാസൽ മിഷൻ, അതായത് UBM SIUC മലബാർ കൗൺസിൽ CSIയുടെ ഭാഗമായിട്ട് തീരുമാനമെടുക്കുകയും
കൊച്ചിൻ ആൻഡ് മലബാർ ഡയോസിസ് എന്ന രീതിയിൽ 1947 ഒരു ഡയോസിസ് ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ നോർത്ത് കേരള ഡയോസിസ് ബൈഫ്രിക്കേഷൻ വന്ന സമയത്ത് നമ്മുടെ കത്തീഡ്രൽ ഹാളിൻ്റെ മുകളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വന്ന ആർദർ അണ്ണനോടും ഡോക്ടർ സെൽവരാജ് അച്ഛനോടൊക്കെ സാറിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ പേര് മലബാർ ആൻഡ് കൊച്ചിൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ മുറിക്കുമ്പോൾ ഒന്ന് മലബാർ ഡയസ് ഒന്ന് കൊച്ചിൻ ഡയസ് ആക്കി നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആർദർ സദാനന്ദം എന്നോട് പറഞ്ഞു, ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നില്ല, ഇതങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ്. ഇത് വളരെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്, നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. കാരണം ഇതൊരു വളരെ ഒരു കനോപ്പി ടൈപ്പ് പേപ്പറാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരാണ് ശരിക്കും? നമ്മൾ ക്രൈസ്തവ സഭയുടെ സാഹചര്യത്തിൽ നമ്മൾ ആരാണ്? തങ്ക സിസ്റ്റർ ഉണ്ടല്ലേ, നമസ്കാരം. ആരാണ് നമ്മൾ? അല്ല, അത് താഴേക്ക് വരുന്നു. നമ്മളല്ലാതെ നമ്മൾ എന്ത് പറയും നമ്മളെ കുറിച്ചിട്ട്? പ്രൊട്ടസ്റ്റൻസ് അല്ലേ? അപ്പോൾ പ്രൊട്ടസ്റ്റൻസ് എന്നുള്ള സംഗതി എങ്ങനെയാണ്? സഭ ഒരു സഭയായിരുന്നു. 1054 സഭ രണ്ടായി, പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയായി. അപ്പോൾ പാശ്ചാത്യ സഭയുടെ ഭാഗമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അന്ന്, അതായത് മധ്യയുഗം, മിഡിൽ ഏജസ്. അപ്പം മിഡീവൽ ചേർച്ചിൽ ഉണ്ടായിരുന്നതായ അഴിമതികളും കൊള്ളരുതായ്മകളും സഹികെട്ടിട്ട് ആളുകൾ ഒരു പ്രസ്ഥാനമുണ്ടാക്കിയതാണ് റെഫോർമേഷൻ മൂവ്മെൻറ്റ്. ആ റെഫോർമേഷൻ മൂവ്മെൻറ്റ് 13, 14, 15 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ നയിച്ച റെഫോർമേഷൻ മൂവ്മെൻ്റാണ് റെഫോർമേഷനായിട്ട് മാറിയത്. അപ്പോൾ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി റെഫോർമേഷൻ ഡേ ആയിട്ട് ഇന്നും ആചരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ 500-ാം വർഷം നമ്മൾ ആചരിച്ചിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസം 31-ാം തീയതി 1517 ഒരു യുവ പട്ടക്കാരൻ, കത്തോലിക്ക സഭയിലെ ഒരു മോങ്ക്, ഒരു സന്യാസി, ജർമ്മനി ലെവുട്ടൻബർഗിലെ സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ്. ഇവൻ എവിടെയാണ് പോകുന്നതെന്ന് ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ കാസൽ ചർച്ചിൽ പോയിട്ട് അതിൻ്റെ പ്രധാന കവാടത്തിൽ തൻ്റെ കയ്യിലിരുന്ന കടലാസ് ആണി വെച്ച് തറച്ചു. ഇത് ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഫോർ ആർഗ്യുമെൻറ്റ്സ്. ആർക്കും വന്ന് പള്ളിയുടെ മുമ്പിൽ നിൽക്കാം, ഇതിലിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരമാണ്. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ റെഫോർമേഷൻ. അതുകൊണ്ടാണ് 1517 ഒക്ടോബർ മാസം 31 എന്നുള്ളത് റെഫോർമേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ടായി. അങ്ങനെ ആകുമ്പോൾ ഈ കാത്തലിക് ചേർച്ചിൻ്റെ പോപ്പും മറ്റ് കർദിനാൾമാരെ കൂടി ഇത് നടക്കൂല എന്നെല്ലാം പറഞ്ഞ് മാർട്ടിൻ ലൂതറിനെ പല സ്ഥലത്ത് വെച്ചിട്ട് മാർട്ടിൻ ലൂതറിനെ വിചാരണ ചെയ്തു. 1529 ജർമ്മനിയിലെ സ്പിയേഴ്സ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ദ ഡയറ്റഡ് സ്പിയേഴ്സ് അവിടെ വെച്ചിട്ട് പറഞ്ഞു, നീ ഇത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കാം, ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ തെളിയിച്ചാൽ ഞാൻ പറഞ്ഞൊക്കെ പിൻവലിക്കാമെന്ന് പറഞ്ഞു. The church authorities totally failed to prove their statements. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് 1529 സ്പിയേഴ്സ് എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രൊട്ടസ്റ്റൻസ് എന്നുള്ള പേര് വന്നത്. അതേ വർഷം തന്നെ മാർട്ടിൻ ലൂതർ ഈ 98 പ്രമേയങ്ങൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ദ സ്മോളർ കാറ്റഗിസം ഉണ്ടാക്കി. ഈ സ്മോളർ കാറ്റഗിസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മാർട്ടിൻ ലൂതറിൻ്റെ സ്മോളർ കാറ്റഗിസം കണ്ടിട്ടുണ്ടോ? പറയരുത്, പഠിച്ച ആളുകൾ പറയരുത്, അല്ലാത്ത ആളുകൾ പറയരുത്. നിങ്ങളുടെ കയ്യിലുണ്ടോ? അശോകൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടല്ലേ? എവിടെയുള്ള അശോകെ? ആ മൊബൈലിൽ എനിക്ക് കാണിക്കണ്ട. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ബാസൽ മിഷൻ പാഠപുസ്തകം ഉണ്ടോ? അതിൽ നോക്കണം. അതിൽ നോക്കിയ പുറകിൽ കാണാം ലൂതർ പണ്ഡിതരുടെ ചെറിയ ചോദ്യോത്തര പുസ്തകം 10 കൽപ്പനകൾ. അപ്പോൾ 1529 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തു. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാഠപുസ്തകം എന്തുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകം വന്നത്?
2004 ഞാൻ ബാസൽ ആർക്കൈവ്സിൽ പോയിട്ട് അവിടെ ഈ ജാക്ക് റൂസൽ എന്നുള്ള മിഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ ഈ ബുക്ക് ഷോപ്പിൻ്റെ തറക്കല്ലിട്ട അദ്ദേഹമാണ് ജാക്ക് റൂസൽ. അപ്പോൾ അദ്ദേഹത്തെ വീൽ ചെയറിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ ചെന്നപ്പോൾ വാതിൽക്ക് വന്ന് എന്നെ ആനയിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുന്ന് ഞങ്ങൾ 1.5-2 മണിക്കൂറോളം സംസാരിച്ചു. ചില കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ എന്താണ് ബാസൽ മിഷൻ്റെ തിയോളജി? അപ്പോൾ ഉടനെ മറുപടി വന്നു, ദ ഷോർട്ടർ കാറ്റഗിസം ഓഫ് ലൂതർ. അതുകൊണ്ടാണ് നമ്മുടെ പാഠ്യപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് മറക്കരുത്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചോദ്യോത്തര പുസ്തകമാണ്. അപ്പോൾ 1529 അതങ്ങനെ വന്നു, നവീകരണ പ്രസ്ഥാനം വന്നു. അപ്പോൾ നവീകരണ പ്രസ്ഥാനത്തിൽ എന്താ ഉണ്ടായത്? 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ ആൻഡ് ഗോഡ്സ് ഗ്ലോറി അലോൺ. അതിനകത്ത് പറയുന്ന ഈ 5 കാര്യങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തിനാണ് ഈ മാർട്ടിൻ ലൂതറിനെ ഇങ്ങനെ പ്രധാനമായിട്ട് ചൊടിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ, സെൻറ്റ് പീറ്റർ ബസിലിക്കയുടെ ഒരു റിപ്പയർ വന്നു, പൈസ ഇല്ല. അപ്പോൾ ജർമ്മനിൽ ഡ്യൂക്ക് പറഞ്ഞു, പ്രശ്നം പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നമുക്കൊരു ഒരു കാര്യം ഉണ്ടാക്കാം. എന്താ പ്രശ്നം? പാപമോചന ചീട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചിലത് പറഞ്ഞിട്ടില്ല. പാപമോചന ചീട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. പാപമോചന ചീട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസസ്. എന്താ അറിയോ? നിങ്ങൾ കള്ളു കുടിച്ചോ, തലകുത്തി മറിഞ്ഞോ, വ്യഭിചാരം ചെയ്തോ, കട്ടോ മുടിച്ചോ, എന്തായാലും വേണ്ടില്ല, നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഇൻ്റലിജൻസ് വാങ്ങി പോക്കറ്റ് വെച്ചാൽ മതി. 85 ഞാൻ ഡൽഹി പഠിക്കാൻ പോയപ്പോൾ അവിടെ YMCAയിൽ ഗോസ്പൽ ഫിലിം ഫെസ്റ്റ് ഉണ്ടായി. അപ്പോൾ മാർട്ടിൻ ലൂതർ എന്നൊരു ഫിലിമായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മാർട്ടിൻ ലൂതർ ഇങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അയാൾ തട്ടി തടഞ്ഞ് വീഴാൻ പോയി. നോക്കുന്ന സമയത്ത് കള്ളു കുടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ കിടക്കുക. അയാളെ കാലിൽ തട്ടിയാണ് മാർട്ടിൻ ലൂതർ വീഴാൻ പോയത്. അപ്പോൾ മാർട്ടിൻ ലൂതർ സംസാരിച്ചപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് കള്ളു കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഈ കള്ളു കുടിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കല്ലേ, ആരോഗ്യം നശിപ്പിക്കല്ലേ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വളരെ പ്രയാസപ്പെട്ട് പുള്ളിയുടെ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കൈ ഇട്ടിട്ട് ഇത് കാണിച്ചു കൊടുത്തു. പാപമോചന ചീട്ടുണ്ട്, പോ, സംസാരിക്കരുതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിയാണ് മാർട്ടിൻ ലൂതറിനെ വളരെ ഇതാക്കിയത്, വളരെ ശക്തിപ്പെടുത്തിയത്. റോമാലേഖനം 1-17 ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് അലോൺ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അല്ലാണ്ട് പോപ്പ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ സഭയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതാണ് ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ ആൻഡ് ഗോഡ്സ് ഗ്ലോറി അലോൺ. അപ്പം ഇതാണ് ഈ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റിൻ്റെ കാതലായ ശക്തമായ 5 തൂണുകൾ. ഇത് മുഖാന്തരം ഇന്ന് നമ്മളൊക്കെ പള്ളിയിൽ പാട്ട് പാടുന്നില്ലേ? പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റിൻ്റെ നമ്മളെ പാട്ടുപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ പാട്ട് ഏതാണ്? പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ പാട്ടുപുസ്തകത്തിൽ പാടുന്ന പാട്ട് ഏതാണ്? ശൈലജി ഇല്ല, ബെന്നൽ ഇല്ല. 105 പാട്ട്, 46 സങ്കീർത്തനം അടിസ്ഥാനപ്പെടുത്തി എഴുതിയ പാട്ടാണ്. എ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗോഡ്, എ ബുൾവാർക്ക് നെവർ ഫെയിൽ. വൻകോട്ട ആയുധങ്ങൾ മാറുന്നാൽ ദൈവം തന്നെ. ആ പാട്ട് റിഫർമേഷൻ്റെ പാട്ടാണ്. അത് മാർട്ടിൻ ലൂതർ മാത്രം എഴുതി, പിന്നീട് അത് ജർമ്മനിൽ എഴുതിയിട്ട് അത് പിന്നെ ഇംഗ്ലീഷിൽ 19-ാം നൂറ്റാണ്ടിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട്, അങ്ങനെയുള്ള ഒരു കോൺഗ്രിഗേഷണൽ സിംഗിങ് വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രിഗേഷൻ സിംഗിങ് വന്നു. പിന്നെ വന്നത് വേദപുസ്തകം സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. അതുവരെ അച്ഛന്മാർ മാത്രമേ വായിക്കുള്ളൂ, വേദപുസ്തകം വായിക്കാൻ പാടില്ല. അപ്പോൾ ഈ കൃപയും ക്രൈസ്റ്റ് അലോണും വിശ്വാസവും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതാണ്. അത് മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയതല്ല. പക്ഷേ ദാറ്റ് വാസ് എ റീഡിസ്കവറി ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ക്രിപ്ചർ. അതിന് സഹായകമായ വേദപുസ്തക വാക്യമാണ് റോമാലേഖനം 1-17 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ സഭയിൽ ഒരു വിഭാഗീയത ഉണ്ടായി. എന്നാൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്നുള്ള കൗണ്ടർ റിഫോർമേഷൻ കത്തോലിക്ക സഭ ആരംഭിച്ചു. അതാണ് കത്തോലിക്ക സഭയുടെ മിഷണറി മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ റിഫോർമേഷൻ എന്നുള്ളത് പ്രൊട്ടസ്റ്റന്റ് സഭയിൽ മാത്രമല്ല ഒരു റിവൈവൽ ഉണ്ടാക്കിയത്, കത്തോലിക്ക സഭയിലും ഒരു റിവൈവൽ ഉണ്ടാക്കി. ബിക്കോസ് ഓഫ് ദി കൗണ്ടർ റിഫോർമേഷൻ, കൗൺസിൽ ഓഫ് ട്രെൻഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ബംഗാരപ്പെട്ട സെമിനാരി പഠിക്കുമ്പോൾ ബൂദിക്കോട്ടെ റൂട്ടിലാണ് ഞങ്ങളുടെ സെമിനാരി ഉണ്ടായത്. ബൂദിക്കോട്ടെ എന്ന സ്ഥലത്ത്, ബൂദിക്കോട്ടിൻ്റെ പ്രത്യേകത, ടിപ്പു സുൽത്താൻ്റെ അപ്പൻ ഹൈദർ അലി ജനിച്ച സ്ഥലമാണ് ഈ ബൂദിക്കോട്ടെ. വളരെ ഇൻറ്റീരിയർ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ബസ് പോകുന്നത്, ബസ്സിൻ്റെ മുകളിൽ വരെ ആളുണ്ടാവും,
കോണിയിൽ ആൾ തൂങ്ങി നിൽക്കും. അങ്ങനെയാണ് ബസ് പോകും. അപ്പോൾ ഞങ്ങളുടെ ഈ സെമിനാരി ഒരു കുന്നാണ്, ആനന്ദഗിരി എന്ന് പറയും. അപ്പോൾ ആനന്ദഗിരിക്ക് ഇങ്ങനെ കയറിയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി പോവാണ്. ഈ ബസ് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കരിയിലകളുണ്ടാവും. ഈ ബസ് പോകുന്നൊരു പോക്കാണ്. കാരണം വെച്ചാൽ മുകളിൽ ആൾ, ഉള്ളിലും ആൾ, കോണിപ്പടിയിലെ ആൾ, അങ്ങനെയൊക്കെയാണ്. ഈ ബസ് പോകുമ്പോൾ ഒരു കാറ്റുണ്ടാവും. ആ കാറ്റിന് ഈ ചുറ്റുപാടുള്ള കരിയിലകൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും. ബസ്സിൻ്റെ സ്പീഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കരിയിലൊക്കെ താഴെ വന്നു വീഴും. അപ്പോൾ എന്താണ്, ഇവിടെ കിടന്ന കരിയില ചിലപ്പോൾ അപ്പുറത്ത് പോയി കിടക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ റെഫർമേഷൻ വന്നപ്പോൾ ഇങ്ങനെ കരിയിലകളൊക്കെ ഇങ്ങനെ പൊന്തി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ താന്നുപോയി. ഇപ്പോൾ 16-ാം നൂറ്റാണ്ട് റെഫർമേഷൻ ഉണ്ടായി. 17-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ജർമ്മനിയിലെ ഒരു അച്ഛനായ ഫിലിപ്പ് ജേക്കബ് സ്പെനർ, അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ ആവൃത്തി 17-ാം നൂറ്റാണ്ടിൽ അത് ഒരു സംഭവം ഉണ്ടായത് എന്താ വെച്ചാൽ, ഈ ഫിലിപ്പ് ജേക്കബ് സ്പെനർ എന്നുള്ള ഒരു അച്ഛൻ, ജർമ്മനിയിലെ അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പോയാൽ പോരാ. അദ്ദേഹം എന്ത് ചോദിച്ചാൽ കുറേ ആളുകൾ സംസാരിച്ചിട്ട് പറഞ്ഞു, യേശു കർത്താവിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? ഉണ്ട്. അങ്ങനെ കോളേജ് ഓഫ് പൈറ്റിസം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി തുടങ്ങി. ഇത് ഒരു വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിട്ട് ഇതിനെ പൈറ്റിസം എന്ന് വിളിച്ചു. ആ പൈറ്റിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ ഫിലിപ്പ് ജേക്കബ് സ്പെനർ. 1675 അദ്ദേഹം പയ ഡെസഡേറിയ, പയസ് വിഷസ് എന്ന അർത്ഥത്തിൽ ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകം പുറത്തിറങ്ങി. ഈ പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുകൂലികളെ മാറി. അദ്ദേഹത്തോടൊപ്പം മറ്റൊരാൾ വന്നത് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഹെർമാൻ ഫ്രാങ്കെ. അപ്പോൾ ഹെർമാൻ ഫ്രാങ്കയും കൂടെ ചേർന്നപ്പോഴത്തേക്കും ഇത് ശക്തമായൊരു മൂവ്മെൻ്റായിട്ട് മാറി. യൂണിവേഴ്സിറ്റി തലത്ത്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഇടയിലും യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിൻ്റെ ഇടയിലും ഒക്കെ പൈറ്റിസം ഗ്രോൺ ലൈക്ക് എനിത്തിങ്. It became a revival movement among the Christians. വേദപുസ്തകം പഠിക്കുക, യേശു കർത്താവിലെ വിശ്വാസം, എനിക്ക് യേശു കർത്താവിലെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ യേശു കർത്താവിലെ വിശ്വാസം ഞാൻ മറ്റുള്ളവർ പറയണം എന്നുള്ള ഒരു ഹേമം. ദാറ്റ് വാസ് സംതിങ് കമ്പൽസറി. അപ്പോൾ പൗലോസ് പറയുന്നല്ലോ, the love of Christ constrains me to tell people about him. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ പ്രീണിപ്പിക്കുക, അല്ലേ? പ്രീണിപ്പിക്കുക, എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ പറഞ്ഞിട്ട് ഈ പൈറ്റിസം ഇങ്ങനെ വളർന്നു വന്നു. അപ്പോൾ പൈറ്റിസം ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് തന്നെ ഇംഗ്ലണ്ടിൽ വെസ്ലി സഹോദരന്മാരുടെ ഇവാഞ്ചലിക്കൽ അവേക്കനിങ് ഉണ്ടായി. അതേസമയത്ത് ജർമ്മനിയുടെ മറ്റൊരു ഭാഗത്ത് മൊറേവിയൻ ബ്രദേഴ്സ് വന്നു. മൊറേവിയൻ ബ്രദേഴ്സ് എന്നുള്ളത് പ്രോട്ടസ്റ്റന്റ് മിഷണറി മൂവ്മെൻറ്റിൽ ആദ്യമായിട്ട് ശക്തമായി നിന്ന ഒരു കൂട്ടം ആളുകളാണ്, സിൻസർഡോർഫ്. അപ്പോൾ ഇങ്ങനെ പൈറ്റിസം ജർമ്മനിയിൽ, ഇവാഞ്ചലിക്കൽ അവേക്കനിങ് ഇംഗ്ലണ്ടിൽ, ഗ്രേറ്റ് അവേക്കനിങ് അമേരിക്കയിൽ. ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറഞ്ഞാൽ അവേക്കനിങ് 1, 2, 3 ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് അവേക്കനിങ് വന്നപ്പോഴത്തേക്കും ലോകത്തെവിടെയും ഒരു ഉണർവിൻ്റെ തരംഗമുണ്ടായി. ഈ ഉണർവിൻ്റെ തരംഗത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത് മിഷണറി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അത് ശക്തമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മിഷണറി ഗ്രൂപ്പ്സ് ഉണ്ടായി. 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ലാറ്റുറേറ്റ്, കെന്നത്ത് സ്കോട്ട് ലാറ്റുറേറ്റ് വലിയ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു 19th century should be called as a missionary century and he called the 20th century as ecumenical century. അപ്പോൾ 19th century അദ്ദേഹം ഒരു മിഷണറി സെഞ്ചുറി ആയിട്ട് അദ്ദേഹം കരുതി. അതാണ് ഇവിടെ കാണുന്നത്. ഔട്ട്ബ്രേക്ക് ഓഫ് മിഷണറി ഓർഗനൈസേഷൻസ്, the burden of telling people that Jesus Christ is the savior of the world. യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അതിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ചാർട്ടർ ആക്ട് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് 1793 റിന്യൂ ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വില്യം കേരിയൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്. എന്നാൽ അതിനു മുമ്പ് പ്രോട്ടസ്റ്റന്റ് മിഷണറിമാരുണ്ടായിരുന്നു. ആദ്യത്തെ പ്രോട്ടസ്റ്റന്റ് മിഷണറിമാരാരാ ഭാരതത്തിൽ? എനി ഐഡിയ? 1706 ട്രാങ്ക്യുബാർ, തരംഗമ്പാടിയിൽ വന്ന 2 പേരാണ്. ആരാണത്? സജ്ജൻ പറ. ബർത്തലോമിയോ സീക്കൻബാഗും ഹെൻറിക് പ്ലൂഷോ. ഹെൻറിക് പ്ലൂഷോ പ്രിൻ്റർ ആയിരുന്നു. ബർത്തലോമിയോ സീക്കൻബാഗ് ഒരു
ഒരു മിഷണറിയാണ്, പക്ഷേ ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് തമിഴിൽ ബൈബിൾ ആദ്യം ഉണ്ടാക്കിയത്. ആര്? ബർത്തലോമേ സീഗൻബാഗ്. അപ്പോൾ സീഗൻബാഗ് വന്നത് ഈ പൈറ്റസത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഹാല് മിഷൻ അല്ലെങ്കിൽ ഹാലെ മിഷൻ, റോയൽ മിഷനാണ് അവർ വന്നിരിക്കുന്നത്. ഹാലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഫ്രെഡറിക് ഫോർ ദ ഡെൻമാർക്കിങ് പൈസ കൊടുത്തിട്ടാണ് ഈ രണ്ടുപേരെ ഇന്ത്യയിലേക്ക് അയച്ചത് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം 1706 ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രോട്ടസ്റ്റന്റ് മിഷണറിമാർ വന്നു. അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്കും വില്യം കേരി വന്നു. വില്യം കേരി വന്നിട്ട് ഈ പ്രോട്ടസ്റ്റന്റ് മിഷണറി മൂവ്മെൻറ്റ് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് 813 ചാർട്ടർ ആക്ട് പുതുക്കി. ചാർട്ടർ ആക്ട് പുതുക്കിയപ്പോൾ പാർലമെൻറ്റ് പറഞ്ഞു ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള മിഷൻ ഓർഗനൈസേഷൻസിന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണ് CMS 1816 കോട്ടയത്ത് വരുന്നത്. ആലപ്പുഴ വരുന്നത് ആദ്യം, പിന്നെ കോട്ടയത്ത്. പിന്നെ 20 കൊല്ലം കണ്ടാണ് ഇത് പുതുക്കുന്നത്. 13 കഴിഞ്ഞു, 33 പുതുക്കിയപ്പോൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇതര മിഷൻ സൊസൈറ്റീസിനും ഇന്ത്യയിലേക്ക് പ്രവേശനം അനുവദിച്ചു. ഇങ്ങനെയാണ് ബാസൽ മിഷൻ എന്നുള്ള ഈ സമുദായം അല്ലെങ്കിൽ ഈ സൊസൈറ്റി എവിടെ വരുന്നത്? ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഈ ബാസൽ മിഷൻ ആരാണ്? പൈറ്റിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ശക്തമായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബാസലിലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് അവർ പറയുന്നത് ഈ പൈറ്റിസം എന്നുള്ളത് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നു, വാസ് ഒറിജിനലി എ കരിസ്മാറ്റിക് റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ദ റിജിഡ് ലൂതറൻ ചർച്ച് പ്രാക്ടീസസ്. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ പള്ളിയിൽ വന്നാൽ ആരാധനയ്ക്ക് വന്നാൽ പാട്ട് പാടും. ആ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ കൺഫെഷനുള്ള ഇൻവിറ്റേഷൻ വരും. അത് കൺഫെഷൻ പറയും. അപ്പോൾ ചിലപ്പോൾ 9-ാം ഗീതം പാടും, കൺഫെഷൻ പറയും. അപ്പോൾ അയ്യൻ അവിടെ നിന്നിട്ട് പാപമോചന വിളംബരം അടിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാണ്. അത് കഴിഞ്ഞാൽ അത് വരും, ഇത് കഴിഞ്ഞാൽ അത് വരും. അങ്ങനെ ഒരു റിജിഡ് ലൂതറൻ പ്രാക്ടീസിനെതിരെയാണ് ഈ പൈറ്റിസം ഉണ്ടായത്, റിവൈവൽ മൂവ്മെൻ്റ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ജർമ്മൻ ക്രിസ്ത്യൻ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി ഉണ്ടായി. to promote Christian truth and piety by correspondence and circulating religious books in opposition to their reign of infidelity. അപ്പോൾ അന്നത്തെ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ അരക്ഷിതാവസ്ഥ മാറാനായിട്ടും അതിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ട്രൂത്ത് എല്ലാവർക്കും പ്രചരിപ്പിക്കുവാനുമായിട്ട് ഉണ്ടായതാണ് ജർമ്മൻ ക്രിസ്ത്യൻ സൊസൈറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1815 ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, ഞാൻ ബാസൽ സിറ്റി അടിക്കുമെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്, അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബോംബ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻസ് റെക്ടറി എന്ന് പറയും. ഈ സെൻറ്റ് മാർട്ടിൻസ് റെക്ടറിയിൽ അതൊരു ദേവാലയമാണ്. അവിടെ ഇതിൽ നിന്നും ഏതാനും ചില ഈ ജർമ്മൻ ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ ഏതാനും ചില ആൾ കൈ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഞങ്ങളുടെ ഈ പട്ടണത്തെ നീ കാക്കുകയാണെങ്കിൽ നിന്റെ സുവിശേഷം പറയുന്ന ഒരു സൊസൈറ്റി ഞങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിക്കും. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജിതനായി. സെൻറ്റ് ഹെലേന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1815 സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ് നമ്മുടെ ബാസൽ മിഷൻ എന്നുള്ള ഒരു സമിതി ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 men under the presidency of Reverend Nicholas von Brunn constituted themselves as the Evangelical Missionary Society of Basel. 1816 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബാസൽ കോളേജ് ഉണ്ടാക്കി. ആ കോളേജിൽ എന്തിനുണ്ടാക്കിയെന്ന് വെച്ചാൽ കോളേജിൽ ടു ട്രെയിൻ യങ് പീപ്പിൾ ഫോർ അതർ സൊസൈറ്റീസ്, CMS പോലെയുള്ള അതർ സൊസൈറ്റീസ്. അന്ന് അവരൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിൽ ആളുകൾ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ ലീഡർ എന്നുള്ളത് ഈ റെവറൻഡ് നിക്കോളസ് ഫോൺ ബ്രിൻ എന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കും, അദ്ദേഹം കാര്യങ്ങൾ ഇവരുടെ കൂടെ നടക്കും. 7 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ ഈ 7 കുട്ടികൾ ഇന്ത്യയിൽ പല ഭാഗത്തും പോയി പ്രവർത്തിച്ചിട്ട് നിരന്തരം ബാസൽ മിഷനെ കത്തെഴുതിക്കൊണ്ടിരുന്നു. ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്പ്രെഡ് ദ ഗോസ്പൽ, യു സെൻഡ് പീപ്പിൾ, യു സെൻഡ് മിഷണറീസ്. 1821 അവരുടെ ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് വി ഷാൽ സെൻഡ് അവർ ഓൺ മിഷണറീസ്. അങ്ങനെ അയച്ച ആളുകളെ മിഷണറിമാരെ അയച്ചു. ആഫ്രിക്കയിലേക്ക് അയച്ചു, പേർഷ്യയിലേക്ക് അയച്ചു,
ആദ്യമുള്ള സ്ഥലം കൊക്ക അല്ലേ, കൊക്ക എങ്ങനെയായിട്ട് ചെറിയ വായിക്കുന്നത്, കാക്കസ്. അവിടെ അയച്ചതിന് അവിടെ മിഷണറി പ്രവർത്തനം മുന്നോട്ട് പോയി നിർത്തി. പേർഷ്യയിലേക്ക് അയച്ചു, അത് നിർത്തേണ്ടി വന്നു. എന്നാൽ വെസ്റ്റേൺ ആഫ്രിക്കയിലേക്ക് പോയി, ചൈനയിലേക്ക് പോയി. അതോടൊപ്പം തന്നെയാണ് 1834 വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ അതിലേക്ക് വരുന്നത്. അപ്പോൾ ബാസൽ മിഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1834 മംഗലാപുരത്താണ്, ഭാരതത്തിൽ. എന്നാൽ 1839 എന്ന വർഷത്തിലാണ് ഡോക്ടർ ഹെർമാൻ ഗുണ്ടർട്ടും ജൂലി ഗുണ്ടർട്ടും നെട്ടൂർ എന്ന സ്ഥലത്ത് ഏപ്രിൽ മാസം 12-ാം തീയതി വന്നിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ബാസൽ മിഷൻ്റെ ഒന്നാമത്തെ മലബാറിലെ മിഷണറി ഡോക്ടർ ഹെർമാൻ ഗുണ്ടർട്ടും അദ്ദേഹത്തിൻ്റെ പത്നി ജൂലി ഗുണ്ടർട്ടുമാണ്. ഇതിനൊരു മാറ്റമില്ല. ചില ആൾ പറഞ്ഞു സാമുവൽ എബിക്കാന്ന്. ഇല്ല, സാമുവൽ എബിക്കതിന് ശേഷം വന്ന ആളാണ്, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ 1889 ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന് ഈ സ്ട്രേഞ്ചിൻ്റെ വലിയൊരു ബംഗ്ലാവെല്ലാം കൊടുത്തെങ്കിൽ കൂടി ഇദ്ദേഹം പറയും ഇത് വലിയ ബംഗ്ലാവ്, എനിക്ക് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹം തലശ്ശേരി മാർക്കറ്റിൻ്റെ അവിടുത്തെ ഒരു ചെറിയ വീട്ടിലേക്ക് മാറിയായിട്ടാണ് തയ്യലയ്യൻ പറയുന്നത്. ബാസൽ മിഷൻ സഭയുടെ മലയാള ഭാഷ മിഷൻ സഭയുടെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറഞ്ഞിട്ട് 1934 ബാസൽ മിഷൻ്റെ ഇന്ത്യയിലെ ഒന്നാമത്തെ സെന്റിനറി ആഘോഷിച്ചപ്പോൾ E.W. തയ്യിൽ, ഏണസ്റ്റ് വില്യം തയ്യിൽ അയ്യൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണിത്. ഈ പുസ്തകം നമ്മുടെ അഡ്വക്കേറ്റ് വിക്ടർ നൂൺ, ആൻ്റണി നൂൺ 83-ലെ 82-ലോ വക്കീലുണ്ടോ അവിടെ? എപ്പോഴായിരുന്നു വക്കീലത്? 90-ൽ അദ്ദേഹം അത് അതിന് പുനഃപ്രകാശനം നടത്തി, റീപ്രിൻ്റ് ചെയ്ത്, ഒന്നും മാറ്റിയിട്ടില്ല. അതിലെഴുതിയിരിക്കുന്നത് തയ്യലയ്യന് പേര് എഴുതില്ല, E.W.T എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ E.W.T എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ഏണസ്റ്റ് വില്യം തയ്യലാണെന്ന് മനസ്സിലായത്. തയ്യലയ്യൻ്റെ ഇളയ മകൾ ആഗ്നസ് സ്നേഹം മരിച്ചുപോയി, ബേബിയക്കാന്ന് വിളിക്കും. അപ്പോൾ ബേബിയക്കാനോട് ഞാനൊരു ദിവസം പറഞ്ഞു ഈ പുസ്തകം ഞങ്ങളൊന്ന് റീപ്രിൻ്റ് ചെയ്തോട്ടെ, അയ്യൻ്റെ മോളാണല്ലേ. അപ്പോൾ പറഞ്ഞു എന്താണ് ചെയ്തത്, ഒരു കുഴപ്പമില്ല പറഞ്ഞു. എന്നോട് വളരെ സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ 1934 ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. അതിന് ഞാനടക്കം കുറ്റക്കാരാണ് എന്നുള്ള ബോധ്യമുണ്ട്. പല പ്രാവശ്യം ഞാനും രാഘവേഷ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചില പ്ലാൻസൊക്കെ ഇട്ടെങ്കിൽ കൂടി ഒന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഈ ഒരു പുസ്തകം ഒന്ന് റീപ്രിൻ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഈ പാസ്റ്ററേറ്റ് കമ്മിറ്റി അന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പ്രിൻറ്റിങ്ങിനൊക്കെ പൈസ ചിലവുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാനും ഇനിയുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് പേപ്പർ മാത്രമാണ്. ഇതിന് പ്രൈവറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യും. ആ ചെയ്ത പേപ്പേഴ്സിനൊക്കെ സമാഹരിച്ചുകൊണ്ട് ഒരു വലിയ പുസ്തകം ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയോടും നിങ്ങളുടെ എല്ലാവിധമായ സഹായ സഹകരണത്തോടു കൂടി അത് നിവർത്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഊരാച്ചേരി ഗുരുക്കന്മാർ ഓഫ് തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെർമാൻ ഗുണ്ടർട്ട് ഭാഷാ പണ്ഡിതനായിരുന്നു. സ്വർഗത്തിൽ പോയി ഒരു ഭാഷ പഠിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ പഠിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഊരാച്ചേരി ഗുരുക്കന്മാർ കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞികൃഷ്ണൻ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ്. അവരെടുത്ത് പോയിട്ട് ഗുണ്ടർട്ട് മലയാളം പഠിച്ചു. ആ ഗുണ്ടർട്ട് പിന്നെ മലയാളം ഡിക്ഷണറി എഴുതി, വ്യാകരണം എഴുതി, പടജൽമാല എഴുതി, കേരളോൽപ്പത്തിയും മറ്റും എഴുതി, വജ്രസൂചി ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ മലയാളത്തിന് വേണ്ടി ചെയ്ത ഒരു ദേഹമാണ് ഒന്നാമത്തെ മിഷണറി ആയിട്ട് വന്ന ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ 1839 തലശ്ശേരിയിൽ ആരംഭിച്ചു. അപ്പോൾ ബാസൽ മിഷൻ ഇങ്ങനെ പ്രവർത്തിച്ച സമയത്ത് 7 പ്രധാനപ്പെട്ട സ്റ്റേഷൻസിലാണ് പ്രവർത്തിച്ചത്. 1839 തലശ്ശേരി, 1841 സാമുവൽ ഹെബിക്ക് കണ്ണൂർ, 1842 JM ഫ്രിറ്റ്സ് കോഴിക്കോട്, 1849 ഇരിയോൺ ചോമ്പാല, 1857 ഫ്രിറ്റ്സ് കൊടക്കൽ, 1858 ഹേബിക്, പിന്നെ ജേക്കബ് സ്ട്രോബിൽ പാലക്കാട്, 1886 വാണിയംകുളം. അത് വോൾട്ടർ സായിപ്പാണ് അത് ചെയ്തത്. എന്നാൽ റൂലന്ത് സായിപ്പും വോൾട്ടർ സായിപ്പുമാണ് അത് ചെയ്തതെന്നാണ് തയ്യലയ്യൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. 1886. 1886 വേറെയും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വർഷമാണ്. അന്നാണ് മെഡിക്കൽ മിഷൻ ആരംഭിച്ചത്. ലീവ് ആൻഡ് ഡിഫോർഡർ, നമ്മുടെ ചേവായൂർ കുഷ്ഠരോഗ ആശുപത്രിയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായ ഒരു കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇത്രയും 7 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് ബാസൽ മിഷൻ പ്രവർത്തിച്ചത്.
ഈ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ബാസൽ മിഷന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ, ഒന്ന് എഡ്യൂക്കേഷൻ മിഷനാണ്, 2 ഇൻഡസ്ട്രിയൽ മിഷനാണ്, 3 ലിറ്ററസി മിഷനാണ്, 4 മെഡിക്കൽ മിഷനാണ്, 5 ഫിലൻട്രോപ്പിക്കൽ വർക്ക്. ഇതിൻ്റെ ഒക്കെ കൂടെ അവർ ചെയ്തതായ ഒരു സോഷ്യോളജിക്കൽ വർക്ക് എന്നല്ലെങ്കിൽ ഫിലൻട്രോപ്പിക്കൽ വർക്ക് എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് ദേ വാണ്ടഡ് ടു ഹാവ് എ ക്രിസ്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റി. ഈ ക്രിസ്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റി ഒരു ഹെറ്ററോജീനിയസ് കമ്മ്യൂണിറ്റി ആണോ, ഒരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളത് ഒരു സംഗതിയാണ്. ഹെറ്ററോജീനിയസ് എന്നുള്ളത് വൈവിധ്യമാർന്ന സ്വഭാവങ്ങളോടുകൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റി. ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഏക സ്വഭാവമുള്ള, അങ്ങനെയുള്ള ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ബാസൽ മിഷൻ ഉണ്ടാക്കിയ ഈ ക്രിസ്ത്യൻ വില്ലേജ് കമ്മ്യൂണിറ്റി ഏതിൽ പെടുന്നു, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എഡ്യൂക്കേഷൻ മിഷൻ എന്നുള്ളത് 19-ാം നൂറ്റാണ്ടിൽ 1834 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിൽ 150-ൽ പരം മിഷണറി ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 150-ൽ പരം. അപ്പോൾ ഇവരുടെ ഈ ഒരു മുഖ്യമായ ഇവരുടെ ഒരു പ്രവർത്തന ശൈലി എന്നുള്ളത് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഫോർ ഇവഞ്ചലൈസേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഭാരതത്തിൽ ഇങ്ങനെ ഇത് നടത്തുവാൻ പ്രധാനമായ ഒരു മീഡിയം എന്നുള്ളത്, ഒരു ഏജൻസി എന്നുള്ളത് എഡ്യൂക്കേഷനാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പല ആളുകളും പല രീതിയിൽ, ഇപ്പോൾ ഈ പോസ്റ്റ് കൊളോണിയൽ തിങ്കിങ് ഉള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് they were only the tools in the hands of the colonizers. ആര്? ബാസൽ മിഷൻ മിഷണറിമാർ. അങ്ങനെ അവരെക്കുറിച്ച് പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് ഇവിടെ ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് ആളുകൾക്ക് പഠിക്കാനുള്ള അവസരമില്ല. ആളുകളെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് തട്ടുകളാക്കി തിരിച്ച് ഇന്നയാൾ ഇന്നത് ചെയ്യാം, ഇന്നയാൾക്ക് ഇന്നതേ ചെയ്തുകൂടൂ, ഇന്നയാൾക്ക് ഇന്നതേ പറഞ്ഞുകൂടൂ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളിന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയാനുള്ള അധികാരമില്ല, എൻ്റെ കുടിയിൽ പോകണമെന്ന് പറയാം, പേര് പറയാനുള്ള അധികാരമില്ല. ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ മുമ്പിൽ നമ്പൂരിൽ നിന്ന് 64 അടി വിട്ടു നിൽക്കണം, നായരുടെ 32 അടി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിസ്റ്റങ്ങളുള്ള ഒരു സമയത്താണ് ബാസൽ മിഷൻ അവിടെ വരുന്നതും. എഡ്യൂക്കേഷൻ എന്നതിൽ പണക്കാർക്ക് മാത്രം, ധനികർക്ക് മാത്രമുള്ള ഒരു സിസ്റ്റമായിരുന്നു. ആ സമയത്താണ് എഡ്യൂക്കേഷൻ മിഷൻ കൊണ്ടുവരുന്നത്. ദോ ഇറ്റ് ഈസ് എൻ ഏജൻസി ഫോർ ഇവഞ്ചലൈസേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ബാസൽ മിഷൻ പറഞ്ഞു എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും സ്കൂളിൽ പോയി പഠിക്കാം, വിദ്യാഭ്യാസം ഞങ്ങൾ കൊടുക്കാം, അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്, അവർക്ക് പഠിക്കാനുള്ള അവകാശം. അതിന് പ്രകാരം സ്കൂൾസ് ഫോർ നോൺ ക്രിസ്ത്യൻസ് ആരംഭിച്ചു. ഇവിടെ കൊടുത്തിട്ടുണ്ട് എലിമെൻ്ററി വെർണാക്കുലർ സ്കൂൾ, ആംഗ്ലോ വെർണാക്കുലർ സ്കൂൾ, ഹൈസ്കൂൾ, കോളേജ്. കോളേജ് നമുക്ക് ഒന്നേ ഉള്ളൂ, ഒന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജാണ്. 1910 അല്ലേ, 10 നമ്മൾ തുടങ്ങി അല്ലേ, മറ്റേ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും സ്കൂൾസിൽ ഇങ്ങനെ പാഠങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദേവദാസിൻ്റെ അടുത്ത് കുറേ പുസ്തകങ്ങളുണ്ട്, ദേവദാസ് അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ അന്ന് ഉപയോഗിച്ചത് പാഠപുസ്തകങ്ങൾ എക്സിബിഷനിൽ ഉണ്ടാകണം. അപ്പോൾ അടുത്തത് പിന്നെ സ്കൂൾസ് ഫോർ ക്രിസ്ത്യൻസ്, പറോക്കിയൽ സ്കൂൾസ്, നൈറ്റ് സ്കൂൾസ്, ഓർഫനേജസ്, അഗ്രികൾച്ചർ സ്കൂൾസ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പറോക്കിയൽ സ്കൂൾ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്കൂൾ, അത് പറോക്കിയൽ സ്കൂളാണ്. സഭാ സ്കൂൾ എന്ന് പറയും നമ്മൾ. എലിമെൻ്ററി സ്കൂളല്ല, പറോക്കിയൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ സഭാ സ്കൂളാണ്. സഭയോട് പള്ളിയുടെ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, അവിടെ പഠിക്കണം. അപ്പോൾ എല്ലാ പേരൻസിനോടും പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അയക്കണം, സ്കൂളിലേക്ക് അയക്കണം. ഫ്രീ എഡ്യൂക്കേഷനാണ്, പൈസയൊന്നുമില്ല, പഠിക്കുക. അപ്പോൾ ഇതിൽ ഒരു മിഷണറിമാർ ഒരു സംഗതി ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളിലൂടെ പാരൻസിനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പറോക്കിയൽസ്, നൈറ്റ് സ്കൂള്, പകലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോകാം, രാത്രി വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം. പിന്നെ ഓർഫനേജസ് സാധു കുട്ടികളായ, ദരിദ്രരായ അല്ലെങ്കിൽ അനാഥരായ വിദ്യാർത്ഥിനികളെ പാർപ്പിക്കുന്ന ഓർഫനേജസ്, ബോർഡിംഗ് സ്കൂൾസ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്. ഗേൾസ് ഇവിടെ ഉണ്ടായിരുന്നു, ചോമ്പലയിലുണ്ട്, പരിപ്പേരിയിലുണ്ട്, ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ ഓർഫനേജ് സ്കൂൾസ്. അപ്പോൾ ഇവിടെ
ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരെ മാത്രമല്ല, സമൂഹത്തിൽ ഇതിനോട് താല്പര്യമുണ്ട്, എൻ്റെ മക്കളെ അയക്കാം എന്ന് പറയുന്ന ആളുകളുടെ കുട്ടികളെയും അവർ ഇവിടെ സ്വീകരിച്ചു. അപ്പോൾ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വാസ് സംതിങ് വെരി പോസിറ്റീവ്. പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്താണ് ബാസൽ മിഷൻ പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി തരുന്നു, നിങ്ങൾക്ക് ഇത് അവെയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് നല്ല ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടില്ല കേട്ടോ, വെക്കുകയാണെന്ന് വെക്കുക, എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതാ വേണമെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആളും പറയും വെറുതെ കിട്ടുന്നതല്ല, ഒന്ന് അരച്ചളയാന്ന് പറയും. ഓ വെറുതെ കിട്ടുന്നതല്ല, പൈസ കൊടുക്കൊന്നും വേണ്ടല്ലോ, ഒന്ന് വാങ്ങി കഴിച്ചപ്പോൾ എന്താ പ്രശ്നം, ഗുളിയൊന്ന് കഴിക്കാം. 50 പൈസയുടെ മിഠായി കഴിച്ചിട്ട് 1.5 രൂപയുടെ ഗുളിക കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു പ്രശ്നമില്ല, വെറുതെ കിട്ടും നമ്മൾ എടുക്കും. അങ്ങനെ വെറുതെ കൊടുത്തിട്ട് പോലും അത് മുഴുവനായിട്ട് അവെയിൽ ചെയ്യാൻ സാധിക്കാതെ പോയ ആളുകൾ നമ്മുടെ മലബാറിലുണ്ട് എന്നുള്ളത് ഒരു സംഗതിയാണ്. പിന്നെ മിഡിൽ സ്കൂൾസ്, ട്രെയിനിങ് സ്കൂൾ, സെമിനാരി, ഗേൾസ് സ്കൂൾ, അപ്പോൾ ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ എല്ലാ ടൈപ്സ് ഓഫ് സ്കൂൾസും ഉണ്ടായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതെവിടെയാണെന്നറിയോ? ഈ എല്ലാ സ്കൂൾസും ഉള്ള ഒരു ഉണ്ടായിരുന്നു. വിജയിച്ച് ഉറക്കെ പറഞ്ഞോളൂ. തലശ്ശേരി, നെട്ടൂര്. അപ്പോൾ ചില ആളുകൾ അതിനെ ഏതൻസ് ഓഫ് മലബാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഏതൻസ് ഇസ് എ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ, സെൻറ്റർ ഓഫ് ലേണിംഗ്. അപ്പോൾ ഏതൻസ് ഓഫ് മലബാർ എന്ന് ചില ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിച്ച സംഗതിയല്ല. ഈ പി രജനോളച്ചൊരു തീസിസ് എഴുതാൻ പോയില്ലേ? എന്താ തീസിസിന് ടൈറ്റിൽ അറിയോ? നെട്ടൂർ ദ ഏതൻസ് ഓഫ് മലബാർ. ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അക്കാഡമിക് ആയിട്ടുള്ള ഒരു സംഗതിക്കേ പറ്റില്ല, നീ പുസ്തകം എഴുതാണെങ്കിൽ എഴുതിക്കാന്ന് അച്ഛനോട് പറഞ്ഞു. അത് മാറ്റിയില്ലേ? മാറ്റിയോ? അത് മാറ്റി, ആ ടൈറ്റിൽ മാറ്റി. പോൾ ഡേവിഡ്സൺ ആയിരുന്നു അതിൻ്റെ അല്ലേ ട്യൂട്ടർ, അന്ന് പോൾ ഡേവിഡ്സൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്കൂൾസും എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്താണ് പഠിക്കുന്നത്? പഴയ കാലത്ത് ഗുരുവിന് അറിഞ്ഞ കാര്യങ്ങൾ ഗുരു പറഞ്ഞു കൊടുത്ത് ഉരുവിട്ടിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നുമാണ് ടെക്സ്റ്റ് ബുക്ക് സിസ്റ്റത്തിലേക്ക് ബാസൽ മിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഗുണ്ടർട്ട് സാഹിബാണ് ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്ന് വേറെ ആളാണെന്നൊക്കെ പറയുന്ന വാദഗതിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് തെറ്റായ വാദഗതിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഗുണ്ടർട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത്, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ സമയത്ത് കുറച്ചൊക്കെ ആ ഗർമാനിയ അല്ലെങ്കിൽ ജർമ്മനി എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. പിന്നെ ഗുണ്ടർട്ടിനെ കുറിച്ച് പിന്നീട് പറയാം, വളരെ പെരിഫറലായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരികയും ആ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം, ഒരു കറിക്കുലം കൊണ്ടുവന്നത് ബാസൽ മിഷനാണ്. അതിൽ പിന്നെ ബിബ്ലിക്കൽ നോളജ് ഒരു സബ്ജക്റ്റായിരുന്നു. നമ്മളെ പള്ളിയിൽ പാടുന്ന പാട്ടുകൾ പഠിപ്പിക്കുന്നത് ഒരു സബ്ജക്റ്റായിരുന്നു. അതിനാളുണ്ടായിരുന്നു. എന്നാൽ ആരാണ് ഈ ടീച്ചേഴ്സ്? എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്? സ്കൂളുകൾ സ്ഥാപിക്കുകയാണ്. സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ഈ ബാസൽ മിഷൻ റിപ്പോർട്ടുണ്ട്. ബാസൽ മിഷൻ റിപ്പോർട്ട് ഇത് ഞാൻ ചിലത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ബാസൽ മിഷൻ റിപ്പോർട്ടാണ്. അതേപോലെ പുസ്തക രൂപത്തിലുള്ള 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് 1904-ലും ഒന്ന് 1906-ലുമാണ്. അത് ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷൻ റിപ്പോർട്ടാണ്. ഒന്ന് 67th ഒന്ന് 65th റിപ്പോർട്ടുകളാണ്. ബാസൽ മിഷൻ ഇയർലി റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൊണേഷൻസ് എന്ന് കാണാം. ഇതൊക്കെ ഡൊണേഷൻസ് ആണ്. അപ്പോൾ ഈ ഡൊണേഷൻസിൽ കാണാം രാമൻ മേനോൻ, രാവുണ്ണി, പിന്നീട് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, അങ്ങനെ ഒരുപാട് നേറ്റീവ്സ് ആയുള്ള ആളുകൾ, പ്രദേശരായ ആളുകൾ സ്കൂൾ ഉണ്ടാക്കാൻ സ്ഥലമായിട്ടും ഫർണിച്ചറായിട്ടും കെട്ടിടമായിട്ടും കൊടുത്തിട്ടുണ്ട്. 1857 ഇന്നത്തെ കൊടക്കൽ UP സ്കൂളിൻ്റെ കെട്ടിടവും അതിലുള്ള എല്ലാ സംഗതികളും പറമ്പും കൊടുത്തത് ഒരു നായരാണ്. അതിനുശേഷം തൃക്കടേരി സ്കൂളിൽ എല്ലാ ഫർണിച്ചറും കെട്ടിടങ്ങൾ അല്ലെ സ്ഥലമൊക്കെ കൊടുത്തത് നമ്പൂതിരിയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീരജ് എന്നെ പറഞ്ഞത്, നീരജല്ല റാൻഡോൾഫോ പറഞ്ഞില്ലേ? റാൻഡോൾഫില്ല എന്നാ പറഞ്ഞത്, BJP-ക്കാർ കേൾക്കണ്ട, അവരിത് നമ്മൾ തന്നിട്ട് വരും. അങ്ങനെ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദർ വാസ് എ ഇമ്മൻസ് സപ്പോർട്ട് ഫ്രം ദി നേറ്റീവ്സ്. അല്ലെങ്കിൽ മിഷണറിമാർക്ക് ഇത് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് പീപ്പിൾസ് കോണ്ടെക്സ്റ്റ്.
അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെക്കണം. ബാസൽ മിഷണറി വന്നു, ഇന്നത് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എങ്ങനെ നമ്മുടെ ആളുകൾ അതുമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എഫേർട്സ് ഓഫ് ദി മിഷണറീസ് മുൻകൈ എടുത്ത് അത് പ്രവർത്തിച്ചപ്പോൾ എഫേർട്സ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ. ഇപ്പോൾ ഈ പള്ളി പണിയുമ്പോൾ മാനുവൽ വർക്ക് നടത്തിയിരിക്കുന്ന മുഴുവൻ ഇവിടുത്തെ കൺവേർട്സാണ്, നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരാണ്. 1855 ഡിസംബർ മാസം 20 ഈ പള്ളി ഡെഡിക്കേഷൻ നടത്തുമ്പോൾ ഹ്യൂബർ സാഹിബ് ബാസലിൽ പോയിട്ട്, ജർമ്മനി പോയിട്ട് കൊണ്ടുവന്ന 600 രൂപ കൊണ്ടാണ് പള്ളിയുടെ പണി പൂർത്തീകരിച്ചതെന്നാണ് പറയുന്നത്. അത് ബാസൽ മിഷൻ റിപ്പോർട്ട് പറയുന്നതാണ്. തൈലയ്യൻ്റെ പുസ്തകത്തിൽ 56 എന്നാണ് പറഞ്ഞത്. തെറ്റായ ഒരു സംഗതി, ചെറിയൊരു പ്രശ്നമാണ്. 55 അപ്പോൾ ഇങ്ങനെ എഫേർട്സ് ഉണ്ട്, ലോക്കൽ പീപ്പിളുടെ എഫേർട്സ് ഉണ്ട്. അപ്പോൾ ലോക്കൽ പീപ്പിളുടെ എഫേർട്സ് ഇല്ലാണ്ട് ഇവിടെ ബാസൽ മിഷൻ മിഷണറിമാർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. കുറേ ആളുകൾക്ക് ഒരു ബോധ്യമുണ്ടായി, തങ്ങൾ ഈ ലഭിച്ചിരിക്കുന്നതായ സൗകര്യം എന്ത് ചെയ്യണം, നമ്മൾ പറയും, ഇംഗ്ലീഷ് പറയുമ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്ന് പറയും, പോസിറ്റീവ്ലി. നമ്മളതിനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ചൂഷണം ചെയ്യുക എന്നുള്ളത് നെഗറ്റീവ് ഒരു കണക്റ്റേഷൻ വാക്കാണ്. അതല്ല, നമ്മളതിനെ വസൂലാക്കണം എന്നൊക്കെ പറയും. അങ്ങനെയല്ല നമ്മൾ പറയുക കോഴിക്കോട്ടുകാർ? അല്ലേ ജോക്കുട്ടേട്ടാ? വസൂലാക്കുക എന്ന് പറയില്ലേ അല്ലേ? മുതലാക്കുക, കറക്റ്റ്, കോഴിക്കോട്ടുകാരനാണ്. ശരി, മുതലാക്കാൻ പറ്റിയിട്ടില്ല. മുതലാക്കാൻ പറ്റിയവർക്ക് അത് നടന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഭാഗത്തിൽ ഈ മുതലാക്കിയവരാരാന്നറിയോ? തീയ സമുദായ അംഗങ്ങളാണ്. പൈലി ഫെലിസിറ്റേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ ഹെറിറ്റേജ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ മലബാർ എന്നൊരു പുസ്തകത്തിൽ മൂർക്കോത്ത് കുമാരൻ എന്ന മഹാത്മാവിൻ്റെ മകനായ മൂർക്കോത്ത് കുഞ്ഞപ്പ, മലയാള മനോരമയിൽ എഡിറ്ററായിരുന്നു, റെസിഡൻ്റ് എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. തീയ സമുദായത്തിൽ, അദ്ദേഹത്തിൻ്റെ തീയ സമുദായമാണ്, തീയ സമുദായത്തിൽപ്പെട്ട തങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട എത്ര പേര് ബാസൽ മിഷൻ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച് സമുദായത്തിൽ വലിയ ആളുകളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പനായ മൂർക്കോത്ത് കുമാരൻ സെൻറ്റ് ജോസഫ്സിലെ മാഷായിരുന്നു, BLT. അദ്ദേഹത്തിൻ്റെ അനിയൻ മൂർക്കോത്ത് രാവണ്ണി IAS ആണ്, മരിച്ചുപോയി, കളക്ടറായിരുന്നു, ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, തലശ്ശേരിയിൽ വീട്ടിൽ പോയിട്ട്. അപ്പോൾ മൂർക്കോത്ത് മാധവി 1ാമത്തെ ലേഡി ഡോക്ടറാണ് മലബാർ എന്നുള്ള. ശങ്കരൻ എന്ന് പറഞ്ഞ പേരുള്ള ആൾ വിക്ടോറിയ കോളേജിൻ്റെ, ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് 1ാമത്തെ ഇന്ത്യൻ പ്രിൻസിപ്പളാണ്. ഇവരൊക്കെ ഈ ബാസൽ മിഷൻ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ചിട്ട് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരാതെ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഉയർന്ന സ്ഥിതിയിലേക്ക് വന്ന ആളുകളാണ്. ഞാൻ മുമ്പ് എനിക്കൊരു ബാങ്ക് ലോണ്, ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ട് എന്നെ ദാനിയൽ കുന്നർ റൈറ്റർ കാരപ്പറമ്പ് വിജയ ബാങ്കിൽ കൊണ്ടുപോയി. അപ്പോൾ റൈറ്റർ ആദ്യം പറഞ്ഞിട്ട് ഞാനൊരു അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന സമയത്ത് ഈ സാറ് അല്ലാതെ ക്യാബിൽ എഴുന്നേറ്റ് നിന്ന് എനിക്ക് നമസ്തയൊക്കെ തന്നു. അപ്പോൾ ഞാനെന്തിനെ നോക്കിയടാ, ഇയാൾ എന്തത്, ഞാൻ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് പോയ ആളാണ്, കുപ്പായത്തിലൊന്നുമല്ല, ഇയാൾ എന്താ എങ്ങനെ ബഹുമാനിക്കുന്നു വിചാരിച്ച്. അതായത് യേശുകർത്താവ് കയറിപ്പോയ കഴുതൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. അതായത് യേശുകർത്താവ് കഴുതപ്പുറത്ത് കയറി ജയോത്സവം നടത്തി പോയപ്പോൾ എല്ലാവരും ഗുരുത്തോലിയൊക്കെ വിരിച്ചല്ലോ. കഴുത വിചാരിച്ചത് കഴുതനെയാണെന്ന്. സംഗതി യേശുകർത്താവിനെയാണ്, കഴുതയ്ക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതേപോലെ ഒരു കഴുതിയായിട്ടോടെ നിന്ന് എന്താണ് ഇയാളിത് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാനും വൈഫും ഉണ്ട്, കുന്തർ റൈറ്ററും ഉണ്ട്, ഞങ്ങൾ ഇരുന്ന്. അപ്പോൾ എന്താ സംഗതി അറിയോ, അദ്ദേഹത്തിൻ്റെ അപ്പൻ ബാസൽ മിഷൻ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച് മാഷായി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടാണ് അയാൾ എഴുന്നേറ്റ് നിന്നത്, എൻ്റെ മഹാത്മ്യം കൊണ്ടല്ല. അതുപോലെയുള്ള ആളുകളുണ്ട്, അതുപോലെ ആളുകൾ ഇന്നും ഉണ്ട്. രാഷ്ട്രീയ തലത്തിലും അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിതൊന്നും അറിയാത്ത ആളുകളാണോ? ഈ ഒരു ബാസൽ മിഷൻ്റെ പ്രവർത്തനം കൊണ്ട് ഇത്രയും ആളുകൾക്കൊക്കെ ഈ സമൂഹത്തിലെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ സഹായകമായിട്ടുണ്ട്. പക്ഷേ ബാസൽ മിഷൻ്റെ വേറൊരു പ്രത്യേകത, ഈ മാസ് കൺവേർഷൻ നടത്തിയിട്ടില്ല. മാസ് കൺവേർഷൻ വെച്ചത് മാടായിലെ മാത്രമാണ് മാസ്, അത് ലേറ്റസ്റ്റ് സ്റ്റേജാണ്. സ്വിസ് ബാസൽ മിഷണറിമാർ പ്രവർത്തിച്ചതിലാണ്. ഇപ്പോൾ ഇവാഞ്ചലിസം എന്നുള്ളത് ഒരു സംഗതിയാണ്. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവാഞ്ചലിസം, ബസാർ preaching at Hindu festivals, colporteurs, salesmen of tracts and books, hard book, itinerary preaching, Bible woman, approach, അങ്ങനെ കാര്യങ്ങളാണ് ഈ ഇവാഞ്ചലിസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞാൽ ബാസാർ പ്രീച്ചിങ് എന്നുള്ളത് അങ്ങാടികളിൽ പോയിട്ട് മിഷണറിമാർ
യേശു കർത്താവിനെ പ്രസംഗിക്കുന്ന ബാസാർ പ്രീച്ചിങ്, അങ്ങാടി പ്രസംഗം, തെരുവ് പ്രസംഗം. പിന്നെ പ്രീച്ചിങ് അറ്റ് ഹിന്ദു ഫെസ്റ്റിവൽസ് ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് പറയും. അപ്പോൾ ഈ അപ്രോച്ച് ഓഫ് ദി മിഷണറീസ് ടുവാർഡ്സ് അതർ റിലീജിയൻ ഉണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജയപ്രകാശ് സാർ ഞങ്ങൾക്ക് പറഞ്ഞു, ഈ മിഷണറിമാർ അവിടെ പോയിട്ട് പറയുന്നത് വിഗ്രഹാരാധികൾ, ഇതിനുണ്ട് വെളിച്ചം, ഇതിനുണ്ട് ജീവൻ, നിങ്ങളിതിനെല്ലാം ആരാധിക്കണം, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ യേശു കർത്താവിനെ ആരാധിക്കണം. ഇത് പറയുന്നത് സോഫ്റ്റായിട്ടൊന്നും അല്ല എന്നാണ് പറയുന്നത്. അവിടെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ മുമ്പ് ഒരു മനുഷ്യൻ പത്തനംതിട്ട ആ ഭാഗത്ത് റാന്നി എന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ നിന്നിട്ട് പറഞ്ഞു, ഒരു ഹിന്ദു ഗോഡിൻ്റെ പേര് പോയിട്ട് പറഞ്ഞു അയാൾക്ക് വലിയ രോഗം ഉണ്ടായിരുന്നു പറഞ്ഞു. ആ രോഗം എന്താണെന്ന് ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല, നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല, ചെടച്ചടേന്ന് അടി കിട്ടിയ ആൾ ആശുപത്രി കിടക്കേണ്ടി വന്നു. ഇന്ന് ബസാർ പ്രീച്ചിങ് ഇല്ല, ഉണ്ടോ? കാണുന്നുണ്ടോ? ചില പെൻറ്റിക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് മാത്രം ഇങ്ങനെ ചെയ്യുന്നല്ലാണ്ട് അത് വലിയ ഒരു ഇതിൽ ചെയ്യുന്നില്ല. അന്ന് അതുണ്ടായിരുന്നു. അപ്പോൾ ഫെസ്റ്റിവൽസിന് പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ കോൾപ്പട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ? ബുക്ക് കയ്യിൽ പിടിച്ച് ഇങ്ങനെ പറയുക, ഇങ്ങനെ ട്രാക്ട് ബുക്ക് ഇങ്ങനെ വിളിക്കുക, ഹോക്കേഴ്സ് എന്ന് പറയില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചായ കാപ്പി, അതുപോലെ സുവിശേഷ പ്രതികൾ വിറ്റ് വന്ന ആളുകളാണ് ഹോക്കേഴ്സ് അല്ലെങ്കിൽ കോൾപ്പട്ടിയേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ജേക്കബ് ഡാനിയൽ വെച്ചും ബാസൽ മിഷൻ ഒരു ബന്ധമുണ്ടെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? തമ്പിച്ചൻ അറിയോ? അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, തമ്പിയുടെ ഹൃദയം. ഈ തമ്പിയുടെ അല്ല കേട്ടോ, ഇത് ഹാർട്ട് ബുക്കാണ്. ജോർജ് തോംസൺ, സാമുവൽ ഹെബിക് ഓഫ് ഇന്ത്യ, ദ മാസ്റ്റർ ഫിഷർമെൻ എന്നുള്ള പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തമ്പിയുടെ ഹൃദയം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ബുക്ക് എന്നാണ് പറയുന്നത്. ദിസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രാക്ട് ത്രൂ വിച്ച് ദ ബാസൽ മിഷണറീസ് ഗെയിൻഡ് പീപ്പിൾ ടു ദ ക്രൈസ്റ്റ്. ഈ ഒരു ട്രാക്ട് വെച്ചിട്ടാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക്, ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ഇതര മതവിശ്വാസത്തിൽ നിന്നും ആളുകൾ ക്രിസ്തുവിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മലയാളം കൊടുത്തപ്പോൾ പാവം തമ്പിച്ചൻ്റെ പേരായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. തമ്പിച്ചൻ്റെ ഹൃദയം അങ്ങനെ ഒന്നല്ലല്ലോ, നീറ്റാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അതിനകത്തുണ്ട്. പിന്നെ ഐറ്റിനറി പ്രീച്ചിങ്, ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ പ്രവർത്തിക്കും, അതിന് വേറൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ പ്രവർത്തിക്കും. 1852 ഡിസംബർ മാസത്തിലാണ് കണ്ണൂരിൽ നിന്ന് സാമുവൽ ഹെബിക് എന്ന മിഷണറി പാലക്കാട് പോയത്, ആദ്യം പ്രസംഗിച്ചത്. അവിടെ പ്രസംഗിച്ചത് ആരുടെ അറിയും? റോമൻ കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിലാണ് പോയി പ്രസംഗിച്ചത്. 1858 ജേക്കബ് സ്ട്രൂബൽ അവിടെ ആക്കിയിട്ട് അവിടെ ഒരു സ്റ്റേഷനായിട്ട് മാറി. അപ്പോൾ ഐറ്റിനറി പ്രീച്ചിങ് ഉണ്ട്. ബൈബിൾ വുമൺ, നമ്മുടെ തങ്കൻ സിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. പണ്ടേ കാലത്തൊക്കെ ഇതേപോലെയുള്ള തങ്കൻ സിസ്റ്ററെ പോലെയുള്ള ആളുകൾ ബൈബിൾ വുമൺ എന്ന നിലയിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത്, അന്ന് സ്ത്രീകളൊന്നും പുറത്തിറങ്ങൂല, എല്ലാവരും ഉള്ളിലിരിക്കുന്ന ആളുകളാണ്. ഇവർ ഉള്ളിലേക്ക് പോയി ഈ സ്ത്രീകളുമായി സംസാരിച്ച് അവരെ ക്രിസ്തു വിശ്വാസത്തിൽ കൊണ്ടുവരികയാണ്. ഇവർ മുഖാന്തരം ഇവരുടെ ഭർത്താക്കന്മാർ, ഇവരുടെ മക്കളൊക്കെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ബൈബിൾ വുമൺ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാസൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ അപ്രോച്ചിനെ കുറിച്ച് നേരത്തെ ഒന്ന് പറഞ്ഞു. അത് ഒരു റിജിഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റ് മതങ്ങളെ നമ്മൾ നിന്ദിക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ചും എൻ്റെ വിശ്വാസത്തെക്കുറിച്ചും എനിക്ക് ശക്തമായിട്ട് പറയാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 26B പ്രകാരം എനിക്കുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചാൽ പോരെ, മറ്റുള്ളവരെ ഞാനെന്തിനു ദൂഷിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ മാസത്തിൽ എന്നെ ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ട് ഒരു ക്ലാസ് പറഞ്ഞു. 2.5 മണിക്കൂർ ക്ലാസ് എടുത്തു. അവിടെ BA MA പഠിക്കുന്ന ഇസ്ലാം ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം എന്നെ വിളിച്ച എൻ്റെ സുഹൃത്ത് സാക്കിർ ഹുസൈൻ പറഞ്ഞു, അച്ഛാ ഇത് പ്യുവർലി അക്കാഡമിക്കാണ്. പിന്നെ ഞാൻ മിഷണറി മൂവ്മെൻറ്റിനെ കുറിച്ചും അവിടെ കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. പെൺകുട്ടികളുണ്ട് അവിടെ പഠിക്കുന്നത്, ഈ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് പ്യുവർലി അക്കാഡമിക്കാണ്, വിശ്വാസസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചല്ല. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങൾ പെരിഫറലായിട്ട് ഞങ്ങൾ പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുപോലെ നമ്മൾ റിജിഡായിട്ട് നമുക്ക് പറയാൻ ഇന്നത്തെ കാലത്ത് ഒക്കേയില്ല. ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒക്കും?
ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന് 26-ാം വാക്യം എന്താണ്? ജോസഫ് മാഷൻ ആലോചിക്കുക എന്താ സംഭവം? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം എന്താണ് വിമലിച്ചേ? അത് ഞാൻ വായിച്ചിട്ടില്ല എന്നാണ് വിമലിച്ച് പറയുന്നത്. ഓക്കെ, അവിടെ ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടു. ആര് ഇട്ടു പേര്? ക്രിസ്ത്യാനികൾ ഇട്ടാണോ? അല്ല, മറ്റുള്ളവർ ഇവരുടെ ജീവിതശൈലി കണ്ടിട്ട് ഇവർ ക്രിസ്തു സഹിതരാണ് എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ജീവിച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പം എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ പഠിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു എന്താ പേര് എന്ന് വെച്ചാൽ നമ്മൾ വിനോദ്. അടുത്ത് ക്രിസ്ത്യാനി ആയതല്ലേ എന്ന് വെച്ചാൽ എന്നോട്. അപ്പം ഞാൻ എന്താ കാര്യം? അല്ല, പേര് വിനോദ് എന്നല്ലേ? ഞാൻ പറഞ്ഞല്ല, എൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി, പുള്ളിക്ക് വിശ്വാസമായിട്ടില്ല, ഇങ്ങനെ നോക്കുകയാണ് സംശയത്തിൽ. അപ്പം സാറിൻ്റെ പേരെന്താ വെച്ചാൽ എൻ്റെ പേര് കൊർണോലിയസ് ആണെന്ന് പറഞ്ഞു. ഓ സന്തോഷം. കൊർണോലിയസ് ഭയങ്കര ആക്സിൽ പറയുന്ന ഒരു പേരാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് ആളുകളെ, ക്രിസ്തു സ്നേഹത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. മിഷണറിമാർ അതും ചെയ്തിട്ടുണ്ട്, ഇല്ല നമുക്ക് പറയാൻ ഒക്കില്ല. അടുത്തതിലേക്ക് പോകാം. ഇൻഡസ്ട്രിയൽ മിഷനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അതിൻ്റെ ബഹുമിടുക്കനായ ജയപ്രകാശ് രാഘവ സാർ ഇരിപ്പുണ്ട്. സാർ അതിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും. എന്നാലും ടൈൽ ഫാക്ടറീസ്, വീവിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, വാച്ച് നിർമ്മാണം, ആശാരി ശാല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു ടു എൻഗേജ് ദ ന്യൂ കൺവേർട്സ് ഇൻ ദി മിഷൻ വർക്ക്. നമുക്കതറിയാം. ഈ പഴയ കാലത്ത് കാസ്റ്റ് സിസ്റ്റമാണ്, മൂശാരിത്തറ, ആശാരിത്തറ, അങ്ങനെ ഓരോരോ പ്രൊഫഷനായിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാൾ ക്രിസ്തു വിശ്വാസത്തിൽ പോയ ആളെ പുറത്താക്കും, പിന്നെ അയാൾക്ക് ജോലിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകളെ പാർപ്പിച്ച ഒരു സ്ഥലമാണ് പാലക്കാട് മുൻപ് പള്ളി, റോബിൻസൺ പള്ളി. ദെർ വാസ് എ കോമൺ ഹൗസ് that was converted into a church on 1st April 1874. അപ്പോൾ അവിടെ എല്ലാവരും താമസിക്കും. സുധിയേട്ടൻ്റെ അച്ഛനൊക്കെ അവിടെ സെർവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാനും അവിടെ ഒരു കുറച്ച് മെയ് മാസത്തിൽ അവിടെ പോയി. ഓഗസ്റ്റ് 20 പള്ളി പൊളിച്ചു, പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പള്ളി ഒരു പ്രത്യേക സ്റ്റൈലുള്ള പള്ളിയായിരുന്നു. ദാറ്റ് വാസ് എ കോമൺ ഹൗസ് വേർ ദി കൺവേർട്സ് വേർ അലൗഡ് ടു ലിവ് ഇൻ. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ കൺവേർട്സിനെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഈ പറയുമ്പോൾ രാഘവ സാർ പറയുന്ന വേറെയും ഇതിലും വളരെ ആപ്തമായ കൂടുതൽ ഡീപ്പായുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. അത് മാത്രമല്ല, മിഷന് ഈ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ, അവരുടെ മിഷൻ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ നിന്ന് അവർക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മെഡിക്കൽ മിഷൻ 1886 ലീബൻഡർഫോർ എന്നുള്ള യൂജിൻ ലിബൻഡർഫോർ എന്നുള്ള മനുഷ്യനാണ് അത് ആരംഭിച്ചത് 1886. അദ്ദേഹം നെട്ടൂരിലെ മിഷണറി ആയിരുന്നു. ഈ പുസ്തകം പറയുന്നതാണ്, തൈലയ്യൻ്റെ പുസ്തകം പറയുന്നതാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഭയങ്കരമായ കരച്ചിൽ കേട്ടു. കൊടുവള്ളി കടവന്ന്, കൊടുവള്ളി തോടുണ്ടല്ലോ പാലത്തിൻ്റെ അവിടെ നിന്ന്. അപ്പം മിഷണറി ഓടിപ്പോയി നോക്കിയ സമയത്ത് ചങ്ങാടം പൊട്ടിയിട്ട് അവിടെ വലിയൊരു ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ്. അതായത് ചങ്ങാടത്തിൽ കയറ്റുവാൻ കഴിയുന്നതിൽ അത്രയും അധികം സാധനങ്ങളും ആളുകളും ചന്തയ്ക്ക് പോകുന്നവർ കയറ്റി. ഈ വള്ളം കുത്തുന്ന ആൾ പറഞ്ഞത് ഇത്രയും കയറ്റരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആളുകൾ നേരത്തെ എത്തണമല്ലോ, നമുക്കങ്ങനെയല്ലേ, വേറെ ധൃതിയല്ലേ. അങ്ങനെ ധൃതി ആ ചങ്ങാടം പൊട്ടി, അത് വന്ന് കല്ലിലിടിച്ച് ആളുകൾക്ക് വലിയ പരിക്ക് പറ്റിയപ്പോൾ ഈ നിലവിളി കേട്ടിട്ട് ഈ മനുഷ്യൻ ഓടി വന്നു പരിചരിച്ചു. അന്നത്തെ ഡോക്ടറൊന്നുമല്ല, ആളുകൾക്കന്ന് മുറിവേറ്റു, മരിച്ചുപോയി. ബിക്കോസ് ദർ വാസ് നോട്ട് എ മെഡിക്കൽ എയ്ഡ് സെൻറ്റർ. അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നില്ല, ഒരു ആശുപത്രി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു. അദ്ദേഹം തിരിച്ചു പോയിട്ട് മെഡിക്കൽ പഠനം നടത്തി തിരിച്ചു വന്ന് കാലിക്കറ്റിലാണ് 1886 മെഡിക്കൽ മിഷൻ ആരംഭിച്ചത്. അത് നമ്മൾ ചേവായൂർ കുഷ്ഠരോഗ ആശുപത്രി. ഇന്ന് നമ്മുടെ എല്ലാം കണ്ട് ഇല്ല അല്ലേ ദിലീപ്? അവിടെ കയറാൻ പറ്റുന്നില്ലല്ലോ അല്ലേ ദിലീപ്? അവിടെ കയറാൻ പറ്റുന്നില്ല ഇപ്പോൾ കുഷ്ഠരോഗാശുപത്രിയിൽ? ഓക്കെ അല്ലേ, അച്ഛനറിയാം. ശോഭൻകുമാർ അച്ഛൻ പോയി തോന്നും അല്ലേ? എനിക്കത് എൻ്റെ മിനിസ്ട്രിയിൽ അവിടെ ചാപ്പൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനിങ്ങനെ സെമിനാരിലേക്ക് പഠിക്കാൻ പോകുന്ന എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ, എന്നാൽ എൻ്റെ ഡാഡി പുതിയറിലായിരുന്നു. ഞാൻ ആദ്യം പ്രസംഗിച്ച അവിടെയാണ്. ഒരു സർവീസ് എടുത്ത് ഡാഡി എഴുതി തന്ന പ്രകാരമൊക്കെ ഞാൻ ലിറ്റററി നോക്കി വായിച്ച് ഡാഡി പറഞ്ഞൊരു പ്രസംഗം, മാർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവും ശിഷ്യന്മാരും കടൽ കടന്നു പോകുന്ന ഭാഗം എടുത്ത് ഡാഡി പറഞ്ഞൊരു പ്രസംഗം ഞാൻ ചെയ്തത് ആ ചാപ്പലിൽ നിന്നാണ്.
ഇന്ന് അവിടേക്ക് കയറാൻ നിവൃത്തിയില്ല. അവിടെയാണ് 1886 മെഡിക്കൽ മിഷൻ ആരംഭിച്ചത്. കോഴിക്കോട്, കൊടക്കൽ, തലശ്ശേരി, പയ്യന്നൂർ, വാണിയംകുളമൊക്കെ ഉണ്ടായിരുന്നു. കൊടക്കലൊരു മിഷൻ ആശുപത്രി ഉണ്ട് നമുക്കിപ്പോൾ, ഇല്ലേ? മറ്റിടത്തൊക്കെ പൂട്ടി പോയി എന്നാണ് എൻ്റെ വിശ്വാസം. വാണിയംകുളത്തുണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിപ്പോയി അടുത്തേക്ക്. പിന്നെ നമുക്ക് ലിറ്റററി മിഷനാണ്. ഡോക്ടർ ഹെർമാൻ ഗുണ്ടട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. നമുക്ക് പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ഹെർമാൻ ഗുണ്ടട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാൻ സാധിക്കും. 1872 ഡിക്ഷണറി ഉണ്ടാക്കി, വ്യാകരണം ഉണ്ടാക്കി. 1872 ഈ ഡിക്ഷണറി പ്രസിദ്ധീകരിച്ചത് ഏണസ്റ്റ് ഡയസ് എന്ന ദീപ് സാഹിബ് എന്ന് പറയും മലയാളത്തിൽ, അദ്ദേഹമാണ്. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു മനുഷ്യനാണ്. LJ ഫ്രോയിൻമേയർ നമ്മുടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത മനുഷ്യനാണ് LJ ഫ്രോയിൻമേയർ. ആ ഫ്രോയിൻമേയർ ഹാള് നമുക്കുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. പോൾഡോഡയൻ മാനേജറായിരിക്കുമ്പോൾ ആ ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഫ്രോയിൻമേയർ അദ്ദേഹം വ്യാകരണം എഴുതിയിട്ടുണ്ട്. ഫ്രോയിൻമേയർ ഇൻഡസ്ട്രിയൽ മിഷൻ ഒരു പുസ്തകം, അല്ലേ? ഇൻഡസ്ട്രിയൽ മിഷനല്ലേ അദ്ദേഹത്തിൻ്റെ ഫ്രോയിൻമേയറിൻ്റെ പുസ്തകം? അത് ഏറെ ഇൻഡസ്ട്രിയൽ മിഷനെ കുറിച്ച് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഹെർമാൻ ഗുണ്ടട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമോദയവും രാജ്യസമാചാരവും ഇതുപോലെ പത്രം ഇറക്കിയത് ആരാണ്? ഹെർമാൻ ഗുണ്ടട്ട്. അതിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കല്ലച്ചൂട ഉണ്ടാക്കിയിട്ട് അച്ചടി ഉണ്ടായത് അത് ഹെർമാൻ ഗുണ്ടട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. വജ്രസൂചി, കേരളോൽപ്പത്തിയും മറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് അത് ഹൃദ്യമാക്കി നൽകിയതാണ്. പിന്നെ 1001 പഴഞ്ചൊൽമാല എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ദേവദാസിൻ്റെ അടുത്ത് കളക്ഷൻ ഉണ്ട്. 1001 പഴഞ്ചൊല്ല് DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. DC ബുക്സ് ഇറക്കി. നിങ്ങൾ DC ബുക്സ് ഇപ്പം നിങ്ങൾക്ക് അത് കിട്ടും. എന്താണ് ഇപ്പോൾ വില്യം ലൂഗൻ മലബാർ മാനുവൽ എഴുതി. അദ്ദേഹം പറഞ്ഞു, ഈ മലബാറിലെ ആളുകൾക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ല് പറയണം. എൻ്റെ പിതാവ് എന്നോട് വല്ല കാര്യം ഞാൻ ആവുമെന്നാക്കി പോകുമ്പോൾ ഡാഡി പറയുന്നൊരു പഴഞ്ചൊല്ലാണ്, നായ്ക്കൊട്ട് പണിയില്ല നിൽക്കാനൊട്ട് നേരമില്ല. അത് എന്നെ എപ്പോഴും പറയുന്നൊരു ഇതാണ്, നായ്ക്കൊട്ട് പണിയില്ല നിൽക്കാനൊട്ട് നേരമില്ല എന്ന് പറയും. അപ്പം അങ്ങനെ പഴഞ്ചൊല്ലില്ലാണ്ട് പറയില്ല എന്ന് വില്യം ലോഗൻ പറഞ്ഞിട്ടുണ്ട് മാനുവലിൽ. അപ്പോൾ ഗുണ്ടട്ട് എല്ലാവരും സമാഹരിച്ചിട്ട് 1001 പഴഞ്ചൊല്ല് മാല ഇറക്കി, ആളുകൾക്ക് അത് കൊടുത്ത്, ഡിക്ഷണറി കൊടുത്ത്. ഡിക്ഷണറിയുടെ പ്രത്യേകത എന്താണ്? ഗുണ്ടട്ടിൻ്റെ ഡിക്ഷണറി കണ്ട എത്ര ആൾക്കാരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ശരി, കണ്ട ആൾക്കാരോട് വളരെ സന്തോഷം, നമസ്കാരം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ സംഗതിയും ആ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരണമുണ്ട്. നാടൻ ശൈലിയിൽ വിവരണമുണ്ട്. നമ്മൾ പറയില്ലേ സംഗതി രക്ഷപ്പെട്ട നമ്മളെന്താ പറയുക? കഴിച്ചലായി എന്ന് പറയും, ഇല്ലേ? അതുപോലെയുള്ള പ്രയോഗങ്ങൾ ഒക്കെ ഇതിന്ന് ലഭ്യമാണ്. അപ്പോൾ ഗുണ്ടട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ്. പത്രം, ഡിക്ഷണറി, അത് വ്യാകരണ പുസ്തകങ്ങൾ, മറ്റ് പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഗുണ്ടട്ടിൻ്റെ ഒരു ഇതാണ്. ഇതിനെക്കുറിച്ചുള്ള പേപ്പറുകൾ വേറെ പറയും. എനിക്കൊന്ന് മീറയാണെന്ന് തോന്നുന്നത് പറയാം, അല്ലേ? മീറയല്ലേ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫിലൻട്രോപ്പിക്കൽ വർക്കാണ്. ഓർഫനേജസ് അത് മാറിപ്പോയി അതിനകത്ത്, കുഴപ്പമില്ല, താഴത്തേക്ക് വരട്ടെ. അല്ല, താഴത്തേക്ക് വരട്ടെ, പുറകിലേക്ക്. അതെ മതി. ഫിലൻട്രോപ്പിക്കൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഏതാ? മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ. എന്തായിരിക്കും ആ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ? ഇതൊക്കെ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളല്ലേ? എന്തായിരിക്കും അതിൻ്റെ കാര്യം? നമുക്കൊരു വിഡോ ലൈൻ ഉണ്ടല്ലോ ഇവിടെ, ഇപ്പം ഉണ്ടോ? 2-3 ആൾക്കാരുണ്ടല്ലേ പേരിന്. ഇപ്പോൾ കൊടക്കലുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. മേപ്പറമ്പണ്ടൊക്കെ പോയി, പാലക്കാടുള്ളത് പോയി, പരപ്പേരിയില്ല, പരപ്പേരിയിലുണ്ടോ? കൃഷി ചെയ്യപ്പെടില്ലല്ലോ, ഇല്ല. പോയി നെട്ടൂരുണ്ടായിരുന്നു, അവിടെ വേറെ താമസിക്കുക, അല്ലേ? അപ്പോൾ ഇപ്പം ഇല്ല. പക്ഷെ അത് ബാസൽ മിഷൻ പ്രവർത്തിച്ച സമയത്ത് വിഡോസ് ആയ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു വിഡോ ലൈൻ ഓരോ പള്ളിയിലുണ്ടായിരുന്നു. അത് ഫിലൻട്രോപ്പിക്കൽ വർക്കിൻ്റെ ഭാഗമാണ്. ഓർഫനേജസ്, ബോർഡിംഗ് സ്കൂൾസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്തുമായിട്ട് വരുന്ന ബാസൽ മിഷൻ്റെ പ്രവർത്തനമാണ്. ശരി, ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് പറയാൻ വന്ന റെസ്പോൺസ് ഓഫ് ദ പീപ്പിളാണ്. പീപ്പിൾ ഫ്രം അതർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ഹിന്ദുസ്, മുസ്ലിംസ്, കൺവേർട്സ്. ഇതിൽ പറയുമ്പോൾ
നമ്മൾ ബാസൽ മിഷൻ എന്തെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആളുകൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കോണ്ടെക്സ്റ്റിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കൂ. അപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൊണേഷൻസ് വർ ഗിവൺ. സ്ഥലം കൊടുത്തു, എത്രയോ സ്ഥലം കൊടുത്തു. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലം ഒരു ചെട്ടിയാരെന്ന് വാങ്ങിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതവരുടെ റെസ്പോൺസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാലല്ല, വാട്ട് വാസ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദ കൊളോണിയൽ ഗവൺമെൻറ്? 1855 സെപ്റ്റംബർ മാസം 11 തീയതി ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അറിയോ? ഇല്ല. കൊനോലി സാഹിബിനെ വെട്ടിക്കൊന്നതാണ്. എച്ച്.വി. കൊനോലി സാഹിബിനെ വന്ന് കളക്ടറായിരുന്നു. ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും പൈസ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് എച്ച്.വി. കൊനോലി. അദ്ദേഹത്തെ വെട്ടിക്കൊന്നിട്ട് ഫെനറ്റിക് മുസ്ലിംസാണ് പറഞ്ഞിരിക്കുന്നത്. ഫെനറ്റിക് മുസ്ലിംസ് ഇറങ്ങി ഓടുമ്പോൾ ആദ്യം ചെന്നത് മിഷണറിയാണ്. ഇവിടെ ഈ സ്ഥലമൊക്കെ ഒപ്പിച്ചു കൊടുത്തത് കൊനോലി സാഹിബാണ്. അപ്പോൾ there was a link between the colonial government and the Basel mission. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചോദ്യത്തെക്കുറിച്ച് എൻ്റെ റിസർച്ച് സമയത്ത് ചോദിച്ച സമയത്ത് എൻ്റെ ഗൈഡായ ബിഷപ്പ് ഗ്ലാഡ്സൺ പറഞ്ഞു, വിനോദ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ജർമൻസ്, ദേ ആർ വെരി ലോ ഓറിയൻറ്റഡ് പീപ്പിൾ. നിയമം വിട്ടൊന്നും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഒരു നിയമവ്യവസ്ഥയുണ്ടോ ആ നിയമത്തിനനുസരിച്ച് ഒരു പോകണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഒന്നാമത് അവർ ജർമ്മൻ സ്പീക്കിംഗ് ആണ്, ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ കൊളോണിയൽ ഗവൺമെൻറ്റിന് എളുപ്പമായിട്ട് കാര്യങ്ങൾ നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. അതൊക്കെ നമ്മൾ പറയുമ്പോഴും മിഷണറിമാരുടെ ഒരു പ്രവർത്തനം, ആ ശൈലി വ്യത്യാസം. ഞാൻ എൻ്റെ തീസിസ് എഴുതിയ സമയത്ത് ഞാനൊരു ചാപ്റ്റർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ട് ഞാൻ ബിഷപ്പ് ഗ്ലാഡ്സണിൽ കൊണ്ട് കൊടുത്തു നോക്കാനായിട്ട്. ബിഷപ്പ് ഗ്ലാഡ്സൺ അത് വായിച്ചിട്ട് എൻ്റെ തീസിസ് ചാപ്റ്റർ ഒരൊറ്റ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വിനോദ് RSSകാരനാണോ? അപ്പോൾ ഞാൻ വെച്ചടാ, ഞാൻ എന്താ RSSനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനകത്ത്? അപ്പോൾ ഞാൻ പറഞ്ഞ ചില പരാമർശങ്ങൾ ബിഷപ്പിന് ഇഷ്ടമായില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പോയിട്ട് അത് എടുത്തു കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സാമുവൽ ഹെബിക്കിൻ്റെ എന്തൂസിയാസം വിനോദ് എവിടെ കൊണ്ടുവയ്ക്കും? സാമുവൽ ഹെബിക്കിൻ്റെ മിഷണറി എന്തൂസിയാസം വിനോദ് എവിടെ കൊണ്ടുവയ്ക്കും? എനിക്കൊന്നും പറയാണ്ടായില്ല. അദ്ദേഹം വളരെ പ്രോ മിഷണറിയാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ പറയാമായിരിക്കാം. പക്ഷേ ബാസൽ മിഷൻ സമൂഹത്തിൽ നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മുസ്ലിം കൺവേർട്സ് ഒരുപാടുണ്ട്. നമ്മുടെ ബാസൽ മിഷൻ റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മുസ്ലിംസ് വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അവരുടെ മതപരമായ ചില നൂലാമാലകൾ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ വിശ്വാസികളുടെ അനേകം ആളുകളുണ്ടായിരുന്നു. പിന്നെ കൺവേർട്സാണ്. അപ്പോൾ കൺവേർട്സ് വളരെ കുറവാണ്. ബാസൽ മിഷൻ ഇങ്ങനെ 10-75 വർഷം പ്രവർത്തിച്ചിട്ടും കൺവേർട്സിൻ്റെ എണ്ണം കുറവാണ്. എന്താ സംഭവം? ബാസൽ മിഷൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലല്ല പ്രവർത്തിച്ചത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് പ്രവർത്തിച്ചത്. മേന്മയുള്ള കൺവേർട്സ്, എണ്ണത്തിൽ ഇങ്ങനെ വലിയ ബൃഹത്തായിട്ടുള്ള എണ്ണമല്ല കാര്യം, മേന്മയിലാണ് കാര്യം. അതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആകാമെന്ന് പറഞ്ഞാൽ അയാളെ ക്രിസ്ത്യാനി ആക്കൂല. അല്ലോ നീ വീവിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോയിക്കോ, നീ ടൈൽ ഫാക്ടറി പോയിക്കോ എന്ന് പറയും. ടൈൽ ഫാക്ടറിയിലെ മേസ്ത്രി പള്ളിയുടെ മൂപ്പനാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ചെയ്യുന്നുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? ഇപ്പം വന്ന് പറഞ്ഞത് വെറുതെയാണ്. 1 കൊല്ലം അവനെ അങ്ങനെ വിടും, എന്നിട്ട് അവനെ ആക്കുള്ളൂ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കൺവേർട്സിനെയാണ് ആവശ്യം. അതാണ് പ്രവർത്തി. നോ മാസ് കൺവേർഷൻ വാട്ട്സ് എവർ ഈ 839-14 കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ കൺവേർട്സ് ഉണ്ടായി. അപ്പോൾ ഒരു ചോദ്യം ഞാൻ എൻ്റെ ഇതിലൊക്കെ ഉന്നയിച്ചത്, ഹൂ ബെനിഫിറ്റഡ് ദ വർക്ക് ഓഫ് ദി ബാസൽ മിഷൻ, വെദർ ദ കൺവേർട്സ് ഓർ ദ നോൺ കൺവേർട്സ്? എൻ്റെ ഒരു നോട്ടത്തിൽ കൺവേർട്സിനേക്കാളും കൂടുതലായിട്ട് ബാസൽ മിഷൻ പ്രവർത്തനങ്ങൾ മൂലം അവരുടെ ലൈഫ് സ്റ്റൈലിലും അവരുടെ കോണ്ടെക്സ്റ്റിലും വ്യത്യാസം വന്നിരിക്കുന്നത് നോൺ കൺവേർട്സിനാണ്. ദേ അവെയിൽഡ് ദ ഫെസിലിറ്റീസ് ഓഫ് ദി ബാസൽ മിഷൻ പ്രൊവിഷൻസ്.